അന്യം നിന്നു പോകുന്നൊരു കാലഘട്ടമാണ്. സങ്കീർത്തന വായന നല്ല പാട്ട് തന്നെ. സത്യത്തിൽ ഇത് വായിക്കുകയല്ല ചെയ്യേണ്ടത്, നമ്മൾ പാടുകയാണ് ചെയ്യേണ്ടത്. സങ്കീർത്തനം കീർത്തനം തന്നെയാണ്. ഭക്തന്മാർ എഴുതിയ നമ്മുടെ ആത്മീയ ശുശ്രൂഷയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഭാഗമാണ് സങ്കീർത്തന ധ്യാനങ്ങൾ തന്നെ. നമുക്കറിയാമല്ലോ, ഒരു വിവാഹ ശുശ്രൂഷയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ശിശുപ്രതിഷ്ഠയുണ്ടെങ്കിൽ, ഒരു സ്നാനമുണ്ടെങ്കിൽ, എന്തിനേറെ പറയുന്നല്ലേ ഒരു ശവസംസ്കാരമുണ്ടെങ്കിൽ, എല്ലാറ്റിലും നമുക്കൊരു സങ്കീർത്തനമുണ്ട്. പക്ഷേ നാം വായിക്കുന്ന പല സങ്കീർത്തനങ്ങളും അതുമായിട്ട് ഒത്തിരി ബന്ധമൊന്നും ഇല്ലെങ്കിലും, അതിനെ ഉദ്ദേശിച്ചല്ല ദൈവദാസന്മാർ എഴുതിയതെങ്കിലും നമുക്കൊത്തിരി ആശ്വാസം തരുന്നതാണ്. സങ്കീർത്തനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് തന്നെ വളരെ മനോഹരമാണ്. ഒരു ക്രോണോണിക്കൽ ഓർഡറിൽ ഒന്നുമല്ല. ഒന്നാം സങ്കീർത്തനം അല്ല ആയിരിക്കാം ഒന്നാമത്തെ സങ്കീർത്തനം, 150 ആയിരിക്കത്തില്ല അവസാനത്തെ സങ്കീർത്തനം. പക്ഷേ പരിശുദ്ധാത്മാവിന് ഇഷ്ടമായി തീർന്നു അങ്ങനെ അത് ക്രമീകരിക്കുവാൻ. അതും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് കാണിക്കുന്നത്. എങ്ങനെയാണ് ക്രിസ്ത്യ ജീവിതം തുടങ്ങേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ചിത്രമാണ് ഒന്നാം സങ്കീർത്തനം. നിൽക്കരുത്, ഇരിക്കരുത്, നടക്കരുത് എന്നുള്ളൊരു മുന്നറിയിപ്പാണ്. സ്തോത്രം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപിയുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്, മറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ രാവും പകലും സന്തോഷിക്കാത്തിടത്തോളം കാലം ഈ മണ്ണിൽ ഫലം കൊടുക്കുവാൻ കഴിയത്തില്ല എന്ന വെളിപ്പാടോടെയാണ് ആ സങ്കീർത്തനം തുടങ്ങുന്നത്. സ്തോത്രം. യേശുവിൻ്റെ അല്ലെങ്കിൽ ഗിരിപ്രഭാഷണത്തിലെയും പഠനങ്ങളും പാഠങ്ങളും പഠിപ്പിക്കലും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു. ബിഫോർ ഹി ടീച്ച് ഹൗ ടു പ്രേ, ഹി ടോട്ട് us how not to pray. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കുന്നതിന് മുമ്പ് എങ്ങനെ പ്രാർത്ഥിക്കരുതെന്നാണ് യേശു പഠിപ്പിച്ചത്. എങ്ങനെ ഉപവസിക്കണമെന്ന് പഠിപ്പിക്കുന്നതിന് മുമ്പ് എങ്ങനെ ഉപവസിക്കരുത് എന്ന് യേശു നമ്മെ പഠിപ്പിച്ചില്ലേ? എങ്ങനെ ഭിക്ഷ കൊടുക്കണം എന്ന് പഠിപ്പിച്ചതിന് മുമ്പ് യേശു നമ്മെ പഠിപ്പിച്ചത് അത് എങ്ങനെ ചെയ്യരുതെന്ന്. അപ്പോൾ ഇന്ന് രാത്രി ചില കാര്യങ്ങൾ നാം അല്ലെങ്കിൽ പഠിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാ പഠിച്ചത് തെറ്റാണെന്ന് സമ്മതിക്കുന്നത്. സംതിങ് അല്ലല്ല, വി നീഡ് ടു അൺലേൺ സർട്ടൻ തിങ്സ്. അതാ ഇവിടെ പറഞ്ഞു വരുന്നത്. അല്ലെങ്കിൽ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ നിൽക്കരുത്. ഒരു വിശുദ്ധ ജീവിതത്തിനുള്ള ആഹ്വാനം ചെയ്ത് ആറ്റരികത്ത് നട്ടിരിക്കുന്ന ഒരു വൃക്ഷം പോലെ ഈ മണ്ണിൽ ജീവിച്ചിട്ട് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം പറഞ്ഞാണ് സങ്കീർത്തനം 150 അവസാനിക്കുന്നത്. ദൈവദാസൻ പറഞ്ഞ 27-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാം വാക്യത്തിൻ്റെ പൊരുളെന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന സകല വ്യക്തികളെക്കുറിച്ചും ദൈവം പറയുന്നു. അല്ലല്ല, എന്തെങ്കിലും നന്മ കണ്ടോ, എന്തെങ്കിലും അനുഗ്രഹം കണ്ടോ മാത്രം കൈയടിക്കാൻ ഇരുന്നാൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകും. എന്തെങ്കിലും വിടുതൽ കിട്ടിയിട്ട് സ്തോത്രം പറയാനിരുന്നാൽ ഒരുപക്ഷെ നടന്നെന്ന് വരത്തില്ല. ഒരു രോഗസൗഖ്യം കിട്ടിയിട്ടാണ് ഞാനൊരു സ്തോത്ര പ്രാർത്ഥന നടത്തുന്നേ എന്നോർത്തിരുന്നാൽ നടന്നെന്ന് വരത്തില്ല. അതിന് ദൈവം വെച്ച ഉപാധിയാണ് 150-ാം സങ്കീർത്തനത്തിൻ്റെ അവസാന വാക്യം, 6-ാം വാക്യം. എവരിത്തിങ് ദാറ്റ് ഹാസ് ബ്രെത്ത് പ്രൈസ് ദ ലോർഡ്. ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. ഇന്ന് പകൽക്കാലം അകത്തോട്ട് വലിക്കുന്ന ജീവശ്വാസം പുറത്തോട്ട് വിടുവാൻ ആരോഗ്യമുണ്ടെങ്കിൽ അത് മാത്രം മതി ദൈവത്തെ ആരാധിക്കുവാൻ. ഈ അകത്തിരിക്കുന്ന സകല ഭക്തന്മാരും ഞാൻ ആത്മാവിൽ ഓർപ്പിക്കാം, ജീവനുണ്ടോ യഹോവയെ സ്തുതിക്കണം. എന്ത് കിട്ടി, എന്ത് കൊടുത്തു, എന്ത് വാങ്ങി, എന്ത് വാരിക്കുട്ടി എന്നതിൻ്റെ കണക്കല്ല. ഇന്ന് രാത്രികാലം എനിക്ക് ശ്വാസം വിടാൻ പറ്റുന്നുണ്ട്, എനിക്ക് കൈ ചലിപ്പിക്കാൻ പറ്റുന്നുണ്ട്, എൻ്റെ കണ്ണിന് അല്പമെങ്കിലും കാഴ്ചയുണ്ട്, ഇഴഞ്ഞാണെങ്കിലും എനിക്ക് വരാൻ പറ്റുന്നുണ്ട്, എനിക്കൊന്ന് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിലും ഈ മണ്ണിനിരയാതെ മൃത്യു മേയിക്കാതെ ആരോഗ്യത്തോടെ ആയുസ്സോടെ ഇന്ന് രാത്രി ആലയത്തിൽ കടന്നു വന്നെങ്കിൽ എനിക്ക് ഒറ്റകാലിൽ കടപ്പാട് മാത്രമേ ഉള്ളൂ. ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് സങ്കീർത്തനത്തിൻ്റെ ചിട്ടയായ ക്രമീകരണം എന്ന് പറയുന്നത്. വിശുദ്ധ ജീവിതം ദൈവത്തോട് ചേർന്ന് നടക്കുക, ആരാധിക്കുക. ഹല്ലേലൂയ. മിസ്രൈമിൻ്റെ മണ്ണിൽ നിന്ന് ഇസ്രായേൽ മക്കളെ പുറപ്പെടുവിക്കുമ്പോൾ ഹോരേ പർവ്വതത്തിൽ, അല്ലെങ്കിൽ ഈ ദിവസങ്ങളൊക്കെ ഞാൻ ഓർപ്പിച്ചല്ലോ, ഹോരേ പർവ്വതത്തിൽ മോശയ്ക്ക് കിട്ടിയ ദൈവിക വെളിപ്പാടിൽ ദൈവം ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞു. വാഗ്ദത്തങ്ങളുടെ പെരുമഴ തന്നെയാണ് മോശയ്ക്ക് കൊടുത്തത്. ഇസ്രായേൽ ജനത്തോട് നീ ചെന്ന് പറയണം, പാലും തേരും ഒഴുകുന്ന ഒരു കനാൻ ദേശത്തെ നിങ്ങളെ കൊണ്ടുപോകും. വെട്ടാത്ത കിണറും നട്ടുണ്ടാക്കാത്ത തോട്ടവും കെട്ടിപ്പൊക്കാത്ത വീടുകളും അതിൻ്റെ സമൃദ്ധികളും സമ്പൽ സമൃദ്ധികളും അവകാശങ്ങളും ഒക്കെ നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമും ഇസഹാക്കും യാക്കോബും ആസ്വദിച്ച മണ്ണ് നിങ്ങളുടെ പേരിൽ തിരിച്ചെഴുതി തരുന്ന ഒരു കാലഘട്ടമാണ്. അതിനൊരു യാത്രയ്ക്ക് നിങ്ങൾ തയ്യാറെടുക്കണം. അപ്പോൾ വാഗ്ദത്തം കിട്ടി. പക്ഷേ ഫറവോൻ്റെ കൊട്ടാരത്തിൽ മോശെ അതല്ല പറഞ്ഞത്.
സ്തോത്രം. ശ്രദ്ധിക്കണമല്ലിയ. നമ്മളോട് ദൈവം സ്നേഹത്തിൻ്റെ വാഗ്ദാനങ്ങൾ പറയും. നമ്മോട് പറയും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിൻ്റെ പേര് വലുതാക്കും, നിൻ്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ കരുതും, കുടുംബത്തിന് വേണ്ടി ഞാൻ കരുതും. അതൊക്കെ നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ വാക്കുകളാണ്. പക്ഷെ പുറത്തുള്ള ജനത്തോട് ഇത് പറഞ്ഞല്ല നമ്മൾ ആരാധിക്കുന്നതല്ലിയ. ഫറവോൻ്റെ കൊട്ടാരത്തിൽ മോശ ചെന്ന് പറഞ്ഞത്, അഹരോൻ്റെ കൈ പിടിച്ച് നിന്നുകൊണ്ട് മോശ പറഞ്ഞത്, ഞങ്ങൾ പാലൊഴുകുന്ന ദേശത്തേക്ക് പോകുന്നു, ഞങ്ങൾ കനാനിലേക്ക് പോകുന്നു, ഞങ്ങൾ തേനൊഴുകുന്ന നാട്ടിലേക്ക് പോകുന്നു, ഞങ്ങൾക്ക് പുത്തൻ വീട് കിട്ടും, ഞങ്ങൾക്ക് പുത്തൻ തോട്ടം കിട്ടും. ഇതല്ല മോശ പറഞ്ഞത്, എൻ്റെ ജനത്തെ ആരാധനയ്ക്ക് വിട്ടയക്കാം. ഇന്ന് രാത്രികാലം എത്ര പേർക്ക് ആത്മാവിൽ സ്തുതിക്കാൻ പറ്റും? ഫറവോന്റെ കൊട്ടാരത്തിൽ മിസ്രൈമി അന്ധകാര ശക്തികളുടെ മുഖത്ത് നോക്കി, അന്യായത്തങ്ങളെ നോക്കി, കാളക്കൂറ്റന്മാരുടെ ദൈവങ്ങളെ നോക്കി, നീലനദിയുടെ ആചാരത്തെ നോക്കി, അതിൻ്റെ അനാചാരത്തെ നോക്കി, അതിൻ്റെ ആഭിചാരത്തെ നോക്കി ഒരു ഭക്തൻ സത്യാരാധനയുടെ മർമ്മം മിസ്രൈമിന്റെ മണ്ണി വിളിച്ചു പറയുന്നു, എൻ്റെ ജനത്തെ മരുഭൂമിയിൽ ആരാധനയ്ക്ക് വിട്ടയക്കാം. വീണ്ടും പറയുന്നു, എൻ്റെ ജനത്തെ ഉത്സവം കഴിപ്പാൻ വിട്ടയക്ക, എൻ്റെ ജനത്തെ ഹോവയ്ക്ക് യാഗമർപ്പിപ്പാൻ വിട്ടയക്ക. അതെ, ഇന്ന് രാത്രി ആത്യന്തിക ലക്ഷ്യം ഇതാണെന്ന് ദൈവമക്കൾ തിരിച്ചറിയണം. ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം ദൈവത്തിന് മഹത്വം കൊടുക്കാം. എല്ലാം കൊണ്ടും എല്ലാറ്റിലും എല്ലാറ്റിലൂടെയും എല്ലാറ്റിനായും ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു ആത്മീയ ജീവിതം ചിട്ടപ്പെടുത്തി കെട്ടിപ്പടുക്കുന്ന ഹല്ലേലൂയ അഭിമാനത്തിൻ്റെ വിശ്വാസ സമൂഹമായി മാറണം. അതാണ് സങ്കീർത്തനത്തിൻ്റെ ചിട്ടാക്രമം തന്നെ. സ്തോത്രം. അങ്ങനെ എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ സ്വപ്നമത നമ്മുടെ ആദരം ആരാധന കൊണ്ട് നിറയണം. നമ്മുടെ വാക്കുകൾ സന്തോഷം തുടിക്കുന്ന വാക്കുകളായി മാറണം. നമ്മുടെ സമാധാനം ആർക്കും കെടുത്തുവാൻ കഴിയാത്ത സമാധാനമായി മാറണം. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ആത്മീയം, പരിധിയില്ലാത്ത, പരിമിതികളില്ലാത്ത, അതിരുകളില്ലാത്ത ഒരു വലിയ ഹല്ലേലൂയ ആത്മീയ വിഷയത്തിലേക്ക് അർത്ഥാലല്ലിയ ദൈവ വിഷയമായി സമ്പന്നരാകുന്ന ഒരു രാത്രിയായി മാറട്ടെ എന്ന് ഞാൻ ആത്മാവിൽ കൊതിക്കുകയാണ്. അവിടെ നിന്നുകൊണ്ട് സങ്കീർത്തനക്കാർ 21 സങ്കീർത്തനം നിസ്സാരമാണെന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷെ അത്ര നിസ്സാരമൊന്നുമല്ല. ദേവപുസ്തകത്തിലെ വചനങ്ങളിൽ നമുക്കുള്ള ദൂതുകളൊക്കെ ദൈവം തരുന്നതാ. പക്ഷെ അതിൻ്റെ 1-ാം വാക്യം എന്താ പറയുന്നത്? യഹോവ എൻ്റെ ഇരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും അറിയാലേ. ഓൾ ദ ചിൽഡ്രൻ നോട്ട്സ് വെരി വെൽ. ഓക്കെ, ദ ലോർഡ് ഈസ്, you need to emphasize, you need to underline that particular word, my shepherd. അവിടെയാണ്, അതിനാണ് വില വരുന്നത്. യഹോവ എൻ്റെ ഇടയനാകുന്നു. സഭ മൊത്തത്തിൽ പറയുന്ന സന്ദേശമല്ല ഇത്. അതെ, നമുക്ക് ഒരുമിച്ച് പറയാം. പക്ഷെ അതിനപ്പുറത്ത് യഹോവ എൻ്റെ ഇടയനാകുന്നു. അത് പറയുമ്പോഴാ when you try to personalize that, ഹല്ലേലൂയ, വ്യക്തിപരമായി അതിനെ ഒന്ന് മുറുകെ പിടിക്കുമ്പോഴാണ് അതിന് ജീവന്റെ തുടുപ്പുണ്ടാകുന്നത്, അത് വചനമായി മാറുന്നത്, അത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മാംസപ്പലയിൽ മഞ്ഞു പൊഴിക്കുന്ന കുളിർമയുണ്ടാകുന്നത്. ഇത് എൻ്റെ ഇടയനെ കുറിച്ചാണ് പറയുന്നത്. ഇതെനിക്ക് ഇന്ന് രാത്രികാലം ഷാർജയുടെ മണ്ണിൽ ഈ വർഷിപ്പ് സെന്ററിൽ ഇരുന്നു കൊണ്ട് എത്ര പേർ അതിരമുയർത്തി പറയും, എനിക്കൊരു ഇടയനുണ്ട്, എനിക്ക് ഒരു ഇടയനുണ്ട്, എന്നെ നയിക്കുന്ന, എന്നെ നടത്തുന്ന, എന്നെ നിയന്ത്രിക്കുന്ന, എന്നെ നിലനിർത്തുന്ന, എന്നെ നന്നായി അറിയുന്ന, എൻ്റെ ആവശ്യങ്ങൾ അറിയുന്ന, എന്നെ കൈക്ക് പിടിക്കുന്ന, എന്നെ മാർവോട് ചേർത്ത് പിടിക്കുന്ന, എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്ന, എൻ്റെ കാലുകളുടെ ഗതിവിഗതികളെ നിയന്ത്രിക്കുന്ന, എൻ്റെ ചിന്ത മണ്ഡലങ്ങളെ നിയന്ത്രിക്കുന്ന, എന്നെ ആലിംഗനം ചെയ്യുന്ന, എൻ്റെ കൂടെ താഴ്വരയിൽ നടക്കുന്ന, എൻ്റെ കൂടെ ഇരുട്ടിൽ നടക്കുന്ന, എൻ്റെ തലയിൽ അഭിഷേകത്തിന്റെ പുത്തൻ തൈലമൊഴുക്കുന്ന ഒരു ഇടയൻ എനിക്കുണ്ട്. ഒരു ഇടയനെ ഇന്ന് രാത്രി എനിക്കറിയാം. എനിക്കൊരു ഇടയനെ അറിയാം. പ്രൈസ് ദി ലോർഡ്. ഈ കാഴ്ചപ്പാട് ഒരു നിറവിലേക്ക് നമ്മെ നയിക്കും. അപ്പൊ അതല്ലേ 1-2 ചിന്തകൾ നിങ്ങളോട് പറയാൻ ലളിയ. എനിക്കൊരു ഇടയനെ അറിയാം. ആ ഇടയന്റെ ശ്രേഷ്ഠതകളാണ് എന്നെ ഒരു നിറവിലേക്ക് നയിക്കുന്നത്. ഒത്തിരി നിറവുകളുണ്ട്, 6 നിറവുകൾ അതിനകത്തുണ്ട്. ഒരെണ്ണം മാത്രമേ എനിക്ക് പറയുവാൻ ഇന്ന് രാത്രി ഞാൻ സമയം എടുക്കുന്നുള്ളൂ. സ്തോത്രം. അപ്പോൾ ഒന്ന്, എൻ്റെ ഇടയൻ ആരാണെന്ന് എനിക്കറിയാം. ദൈവം ഇടയനും ഹല്ലേലൂയ തൻ്റെ ജനം തൻ്റെ ആടുകളുമാണെന്നാ നാം വചനത്തിൽ വായിക്കുന്നു. അത് യേശു ഒന്നുകൂടെ സ്ഥിരീകരണം നടത്തി. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഞാൻ ആരാണെന്നുള്ള യേശു തന്നെ മനുഷ്യന് വെളിപ്പെടുത്തുമ്പോൾ, ഞാൻ നല്ല ഇടയനാകുന്നു. യോഹന്നാൻ 10-10 വാക്യം, ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. അപ്പോൾ യേശു എന്ന ഇടയനും, യേശു ഇടയൻ, ആട്ടിൻകൂട്ടം, കുട്ടികൾ, ഞങ്ങളെന്നൊക്കെ പഴയ സൺഡേ സ്കൂൾ പാട്ടിൽ നാം പഠിച്ച പോലെ തന്നെ യേശുവാകുന്ന ഇടയനും ഹല്ലേലൂയ യഹോവ ഇടയനാകുന്നു. നാം അവൻ്റെ കൈക്കീഴിലെ ആടുകളാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇടയൻ എനിക്ക് ആരാണെന്നറിയണം. യഹോവ എൻ്റെ ഇടയനെന്ന് നിങ്ങൾ നെഞ്ചത്ത് കൈവച്ച് പറയുമ്പോൾ, ധൈര്യത്തോടെ പറയുമ്പോൾ, പുറത്തിറങ്ങി നിങ്ങളുടെ ജീവിതം കൊണ്ട് അത് തെളിയിക്കുമ്പോൾ, വി നീഡ് ടു റെക്കഗ്നൈസ് ദാറ്റ് വാട്ട് കൈൻഡ് ഓഫ് എ ഷെപ്പേർഡ് വി ഹാവ്. എങ്ങനെയുള്ളൊരു ഇടയനാണ് എനിക്കുള്ളത്, നമുക്കുള്ളതെന്ന് നാം പറയണം. നമ്മുടെ ആദരം കൊണ്ട് പറയുവാൻ നമ്മെ പ്രാഗൽഭ്യമാക്കുന്ന ഒരു പരിജ്ഞാനമുണ്ട്, ഒരു അറിവുണ്ട്. അതിനെക്കുറിച്ച് 3 വാക്ക് ഞാൻ ഓർപ്പിക്കാം. ആരാണ് നമ്മുടെ ഇടയൻ?
സിമ്പിൾ മെസ്സേജ് അല്ലല്ല. പക്ഷെ ഇന്ന് രാത്രി ഇത് അറിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ പാനപാത്രം സന്തോഷം കൊണ്ട് നിറയത്തുള്ളൂ. എങ്കിലേ നമ്മുടെ പാനപാത്രം സമാധാനം കൊണ്ട് നിറയത്തുള്ളൂ. എങ്കിലേ നമ്മുടെ പാനപാത്രം ആരാധന കൊണ്ട് നിറയത്തുള്ളൂ. എങ്കിലേ നമ്മുടെ പാനപാത്രം സ്തോത്ര സ്തുതികൾ കൊണ്ട് നിറയത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ഫ്രം ദ ലിറ്റിൽ വൺ ടു ദ ഓൾഡർ വൺ, യു ഷുഡ് ഹാവ് എ ക്ലിയർ ആൻഡ് ഹല്ലേലൂയ an exact revelation about what kind of shepherd I serve. ഞാൻ സേവിക്കുന്ന, ഞാൻ ആരാധിക്കുന്ന എൻ്റെ ഇടയൻ ആരാണെന്നുള്ളൊരു വെളിപ്പാട് നമുക്ക് വേണം. ഹല്ലേലൂയ. അതറിയണമെങ്കിൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് പോകാം. അതിൻ്റെ 15-ാം അധ്യായം, ലൂക്ക് ചാപ്റ്റർ 15, അതിൻ്റെ 4, 5, 6 ഈ 3 വാക്യങ്ങളിൽ നമ്മുടെ ഇടയൻ ആരാണെന്നുള്ള ഒരു വെളിപ്പാട് നമുക്ക് കിട്ടും. എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്കാണല്ലോ, വാക്യമാണല്ലോ. വായിച്ചു. നിങ്ങളിൽ ഒരാൾക്ക് 100 ആടുണ്ടെന്നിരിക്കട്ടെ. അവിടെ നിൽക്കട്ടെ. എല്ലാവർക്കും അറിയാവുന്ന ഈ സ്റ്റോറി എല്ലാവർക്കും അറിയാം. നമുക്ക് പിന്നീട് വായിക്കണം, അത് 3-4 കാര്യങ്ങൾ വായിക്കണം. അവിടെ നിൽക്കട്ടെ. എല്ലാവർക്കും അറിയാം, നിങ്ങളിൽ ഒരാൾക്ക് 100 ആടുണ്ടെന്നിരിക്കട്ടെ. ഈ സ്റ്റോറി അറിയാത്ത ആരുമില്ലല്ലോ. നിങ്ങളെ ശ്രദ്ധിച്ചു കേട്ടോ. നിങ്ങളൊരു കുഴപ്പമില്ല. അവിടെ നിന്ന് കുസൃതിയൊക്കെ കാണിച്ചുകൊണ്ട് ഇടയ്ക്കൊന്ന് ചെവി മാത്രം കൊണ്ട് തന്നാൽ മതി. യു ക്യാൻ ഹാവ് എവറിത്തിങ് ബട്ട് ജസ്റ്റ് ലിസൺ ടു മീ. ഓക്കെ. അപ്പം ഇങ്ങനെ നമുക്ക് ആ ഇടയനെ കുറിച്ച് ഒരു വെളിപ്പാട് അവിടെ കിട്ടുകയാണ്. യേശു പറഞ്ഞു ഒരാൾക്ക് 100 ആടുണ്ടിരിക്കട്ടെ, അതിലൊന്ന് കാണാതെ പോയാൽ. ഞാൻ എൻ്റെ ചിൽഡ്രൻ മിനിസ്ട്രിയാണ് 1992 ഞാനൊരു ചിൽഡ്രൻ മിനിസ്ട്രിയാണ് ആദ്യമായിട്ട് ജീവിതത്തിൽ എൻ്റെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുമ്പോൾ ജോലിയൊക്കെ രാജിവെച്ചിട്ട് തുടങ്ങുന്നത്. മെയ് മാസം 8-ാം തീയതി ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്ന ദൈവശബ്ദം കേട്ട് ഒരു ചിൽഡ്രൻ മിനിസ്ട്രി മാവേലിക്കരയുടെ പട്ടണത്തിൽ തുടങ്ങി. പിന്നെ അത് ബാംഗ്ലൂരിലൊക്കെ ആയി. കുഞ്ഞുങ്ങളുടെ ഇടയിൽ വചനം പഠിപ്പിക്കുക, അവരെ പാട്ട് പഠിപ്പിക്കുക, പപ്പറ്റ് ഷോ നടത്തുക ഇത്യാദി മിനിസ്ട്രികളൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ തുടർമാനമായ ശുശ്രൂഷകളിലേക്കാണ് പിന്നീട് പ്രവേശിച്ചത്. ഞാൻ ആ ശുശ്രൂഷ ചെയ്ത് മാറുമ്പോഴാണ് നിങ്ങളുടെ ഇടയിലല്ലേ ആരാധിക്കുന്ന പ്രിയ ബാബു ബ്രദറിൻ്റെ സഹോദരിയും സഹോദരൻ കൊച്ചുമോൻ, പാസ്റ്റർ കൊച്ചുമോനും അവർക്ക് എൻ്റെ ആ എക്യുപ്മെൻ്റൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ ഇവിടുന്ന് ഈ രാജ്യത്തു നിന്ന് ഇന്ത്യയിൽ നിന്ന് കടന്നു പോയത്. അപ്പം ഇങ്ങനെ ഒരു ചിൽഡ്രൻ മിനിസ്ട്രിയിൽ കൂടെയാണ് ഞാൻ കടന്നു വന്നത്. അങ്ങനെ ഞാൻ ഒരിക്കലും ഇങ്ങനെ VBS നടത്താനൊക്കെ ഒരു സഭയിൽ പോയി. അവിടെ ചെന്നിട്ട് ഞാൻ കുഞ്ഞുങ്ങളോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ 100 ആടുണ്ടെന്നിരിക്കട്ടെ, അതിലൊന്നിനെ കാണാതെ പോയി. എന്തുകൊണ്ടാണ് ഇടയൻ ഇത്ര ആവേശത്തോടെ ആ ഒരു ആടിനെ തേടിപ്പോയത്? ഒരു മിടുക്കൻ കൊച്ചൻ എഴുന്നേറ്റ് പറഞ്ഞു, ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്, അത് പാസ്റ്ററങ്ങളെ അതിന് മാത്രമേ കറവയുണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊന്നും ഒരു ഗുണമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ കറവയുള്ള ആടിനെ തേടി ഇടയൻ പോയത്. അതാണോ എൻ്റെ ഉത്തരവെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്ന ഉത്തരം ഇതാണ്. സ്തോത്രം ഹല്ലേലൂയ. നമ്മുടെ ഇടയൻ ആരാണ്? ഒന്ന്, കാണാതെ പോകുന്നതിനെ തേടിപ്പോകുന്ന ഇടയനാണ്. ഇന്ന് രാത്രി യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്ന വാക്യം മനപ്പാഠം പഠിച്ചലിയ ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ പറയുമ്പോൾ ഈ ഇടയൻ ആരാണെന്നറിയണം. ക്രിസ്ത്യ ജീവിതത്തിൻ്റെ 3 ഘട്ടങ്ങളാണ് ഈ ഇടയനിൽ കൂടി വെളിപ്പെട്ട് വരുന്നത്. ഇന്നലെ നമ്മൾ ആരായിരുന്നു, ഇന്ന് നമ്മൾ ആരാകും, നാളെ നമ്മൾ ആരാകും എന്നുള്ള 3 വെളിപ്പാടുകൾ ഈ ഒറ്റ കഥയിൽ നമുക്കറിയാൻ കഴിയുന്നുണ്ട്. ഇന്നലെ എൻ്റെ ജീവിതം എന്തായിരുന്നു, ഇന്ന് ഞാൻ ആരാണ്, നാളെ ഞാൻ ആരാകും. ഇന്നലെ കാട്ടുവള്ളിയിൽ കുരുങ്ങിക്കിടന്ന പാപത്തിൻ്റെ പാശത്താൽ, മരണത്തിൻ്റെ ശാപത്താൽ, അല്ലെങ്കിൽ മുള്ളിനിടയിൽ കുരുങ്ങിക്കിടന്ന ഒരാടായിരുന്ന എന്നെ ആർക്കും വേണ്ടാതെ കിടക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു ഇടയൻ എന്നെ തേടി വന്നു. അതുകൊണ്ട് ആ ഇടയൻ എൻ്റെ ഇടയനാകുന്നു. എത്ര പേർക്ക് ഇന്ന് രാത്രി നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്വർഗ മഹിമകളെ വെടിഞ്ഞ് മനുഷ്യരേപമെടുത്ത് മൺപുഴുവായി കന്യകാസുതനായി ബെത്ലഹേമിൽ പിറന്ന് എനിക്ക് വേണ്ടി നസറേത്തിൽ വളർന്ന് കാൽവരിയുടെ കൊലമരം വരെയും നടന്നു നീങ്ങി എൻ്റെ പാപത്തിന് പരിഹാരമായി, എൻ്റെ ശാപത്തിന് പരിഹാരമായി, എനിക്ക് വിരോധമായ സകല കയ്യെഴുത്തുകളെയും മാറ്റിമറിച്ച എന്നെ തേടി വന്ന ഇടയനാണ് എൻ്റെ ഇടയൻ. അതുകൊണ്ടാണ് ഇന്ന് രാത്രി അഭിമാനത്തോടെ പറയുന്നത്, ഐ ഹാവ് എ സച്ച് ഷെപ്പേർഡ് ഹു സെർച്ച് ഫോർ മീ. എന്നെ തേടി വന്ന ഇടയൻ. എന്നെ തേടുവാൻ ആരുമില്ലായിരുന്നു. മനുഷ്യൻ്റെ വീണ്ടെടുപ്പ് അസാധ്യമെന്ന് നീതി വിധി എഴുതിയപ്പോൾ ഏദൻ പറുദീസയിൽ നാട്ടിപ്പുറത്താക്കപ്പെട്ട മനുഷ്യന് തിരിച്ചൊരു പുനഃപ്രവേശനം പറുദീസയിലില്ല. ജീവവൃക്ഷത്തിൻ്റെ ഫലം അവൻ അന്യം നിന്നുപോയി. ദൈവദാസൻ ഓർപ്പിച്ച പോലെ ദൈവത്തോട് ഹല്ലേലൂയ മനുഷ്യനുണ്ടായിരുന്ന സന്ധ്യാസമയങ്ങളിലെ കൂട്ടായ്മ നഷ്ടപ്പെട്ട് ഇനി ഒരിക്കലും ദൈവമുഖം കാണുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് വിധിക്കപ്പെട്ട് വിലക്കപ്പെട്ട് മാറ്റി നിർത്തി മണ്ണിലധ്വാനിച്ച മനുഷ്യനെ തിരികെ പറുദീസ പ്രവേശനം കൊടുത്ത് ജീവവൃക്ഷത്തിനും ജീവജലത്തിനും അവകാശിയാക്കി മാറ്റി നിത്യതയുടെ തുറമുഖത്തിനും വീണ്ടും ഓഹരിക്കാരാക്കി മാറ്റുവാൻ എന്തു പ്രതിവിധി എന്ന് ന്യായപ്രമാണം പരാജയപ്പെടുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നീതിക്ക് മുമ്പിൽ മനുഷ്യൻ്റെ അല്ലെങ്കിൽ പരാജയം സമ്മതിക്കുമ്പോൾ പ്രവാചകന്മാർക്ക് ഉത്തരമില്ല, രാജാക്കന്മാർക്ക് ഉത്തരമില്ല, ന്യായാധിപന്മാർക്ക് ഉത്തരമില്ല, ഈ മണ്ണിലുള്ള ആർക്കും ഉത്തരമില്ല. എല്ലാവരും കൈമലർത്തി ഇയ്യോബിൻ്റെ ഭാഷയിൽ വിളിച്ചു പറയുന്നു, സങ്കീർത്തനക്കാരൻ പറയുന്നു, പ്രവാചകന്മാർ പറയുന്നു, മനുഷ്യൻ്റെ വീണ്ടെടുപ്പ് അസാധ്യം. അവൻ്റെ വീണ്ടെടുപ്പിന് മറുവിലയായി നമുക്ക് എന്ത് കൊടുക്കാൻ കഴിയും?
യാഗങ്ങൾ, നേർച്ചകൾ, വഴിപാടുകൾ ഒന്നിനു പുറകെ ഒന്നായി. യാഗമൃഗങ്ങൾ, കാളകളുടെയും പശുവിൻ്റെയും ആടുവിൻ്റെയും മൃഗം യാഗപീഠത്തിൽ പുഴ പോലെ ഒഴുകിയിട്ടും മനുഷ്യന്റെ പാപത്തിന് പരിഹാരം കിട്ടാതെ അല്പശാന്തി മാത്രം കിട്ടിയിരിക്കുമ്പോൾ അന്യം നിന്നുപോയ സ്വർഗീയ പരദീസ പ്രവേശനം സാധ്യമാക്കുവാൻ ഇതാ ഒരു കുഞ്ഞാടായി ദൈവം തൻ്റെ മകനെ ഭൂമിയിലേക്ക് അയക്കുകയാണ്. നമ്മെ തേടി വന്ന നല്ല ഇടയൻ. സ്തോത്രം, ഹല്ലേലൂയ. ഞാനാകുന്നവനെന്നായിരുന്നു ദൈവത്തിൻ്റെ പേര്. മോശ മുൾപ്പുറപ്പിൽ നിന്നുകൊണ്ട് അങ്ങ് ആരാ എനിക്ക് പോയി പറയണം? ഫറവോനേക്കാൾ വലിയൊരു ദൈവമാണോ അങ്ങ്? മിസ്രയീമിലെ ദേവന്മാരെക്കാൾ വലിയൊരു ദൈവമാണോ അങ്ങ് എന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഒരു പേരെങ്കിലും എന്താ, ഒരു അഡ്രസ്സെങ്കിലും എന്താ? ദൈവം പറഞ്ഞു, നീ അതിനകത്ത് കിടന്ന് സ്ട്രഗിൾ ഒന്നും ചെയ്യണ്ട. നീ ചെന്ന് ഇങ്ങനെ പറയണം, ഞാൻ ആകുന്നവൻ ഞാനാകുന്നു. നീ എന്തെല്ലാം ചിന്തിക്കുന്നോ അതെല്ലാം ഞാനാകുന്നു. നിന്റെ ആയുസ്സിൽ നീ എന്തിനെക്കുറിച്ചൊക്കെ വ്യാകുലപ്പെടുന്നോ അതൊക്കെ ഞാനാകുന്നു. അതിനപ്പുറത്ത് ഞാനല്ലാതെ ഒരു ഞാൻ ഇനി ഭൂമിയിലില്ല, ഉളവാകത്തില്ല. ആ ഞാൻ മാത്രമാണ്, എനിക്ക് പകരം വേറൊരു ഞാനില്ല എന്ന് പറഞ്ഞ ദൈവം മാറ്റമില്ലാത്ത, നിത്യനായ, നീക്കം വരാത്ത രാജാതിരാജാവും കർത്താവും ധന്യനായ ഏകാധിപതി, താൻ മാത്രം അമർത്യതയുള്ള അടുത്തുകൂടാത്ത വെളിച്ചസിൽ വസിക്കുന്ന ഈ ഞാനാകുന്നവനെ ഞാൻ ഒരിക്കൽ കണ്ടു ഞാനല്ലാതായി മാറുന്നത്. ആർക്ക് വേണ്ടിയാ? എന്നെ ഞാനാക്കാൻ. ഹല്ലേലൂയ. അതല്ലേ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52-ാം അധ്യായം 14-ാം വാക്യം. യെശയ്യാവ് 53-1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ. അവന് രൂപഗുണമില്ല, കണ്ടാൽ ആഗ്രഹിക്കാത്ത സൗന്ദര്യമില്ല, അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ട് വ്യസന പാത്രമായി രോഗം ശീലിച്ചവനായിരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളത്തകവണ്ണം അവൻ നിന്നതിനായിരുന്നു. അവന് രൂപഗുണമില്ലെന്ന്, അവനെ കണ്ടാൽ മനുഷ്യനാണോ എന്ന് തോന്നുമാറ് അവൻ വിരൂപനായി മാറി. ഞാനാകുന്നവൻ ഞാനല്ലാതായി മാറിയത് എന്നെ ഞാനാക്കാനാണ്. ആ ഇടയന്റെ പേരാ എന്നെ തേടി വന്ന ഇടയൻ. പ്രൈസ് ദി ലോർഡ്. ഇത് മറന്നൊരു ആത്മീയം നമുക്ക് പാടില്ല കേട്ടോ. അല്ലല്ലേ, ജീവിതത്തിൽ എന്തെല്ലാം നന്മയുണ്ടായാലും എന്തെല്ലാം അനുഗ്രഹം ലഭിച്ചാലും രക്ഷയുടെ സന്തോഷം പോലെ ഒരു സന്തോഷം ജീവിതത്തിലില്ല. അതുകൊണ്ടാണ് ഒരിക്കൽ ദാവീദ് ജീവിതത്തിൽ പാപം വന്ന് പാപബോധം ഉണ്ടായപ്പോൾ ആദ്യമേ പ്രാർത്ഥിച്ചത്, റിസ്റ്റോർ അൺടു മീ ദ ജോയ് ഓഫ് സാൽവേഷൻ. രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. 50ാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കുന്നതിനേക്കാൾ, 80ാമത്തെ ഹല്ലേലൂയ വെഡിങ് ആനിവേഴ്സറിയേക്കാൾ, ഹല്ലേലൂയ ദൈവം തന്ന സകല നന്മകളും ആഘോഷിക്കുന്നതിനേക്കാൾ ഒരു ഭക്തന്റെ ഹൃദയത്തിനകത്ത് കുടികൊള്ളുന്ന ഏറ്റവും വലിയ സന്തോഷം രക്ഷയുടെ സന്തോഷമാണ്. ഇന്ന് രാത്രികാലം അതിൻ്റെ ചൂടും ചൂരും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് അലറിക്കരഞ്ഞ് പ്രാർത്ഥിച്ചാട്ട് രക്ഷയുടെ സന്തോഷം. അന്ന് രക്ഷിക്കപ്പെട്ട നാളിൽ കോട്ടയത്തോ കുമ്പനാടോ കോഴഞ്ചേരിയോ കോഴിക്കോടോ കണ്ണൂരോ കാസർഗോഡോ മലബാറിലോ മൈസൂറിലോ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലോ ഇരുന്ന്, അല്ല ഈ ഷാർജയുടെ മണ്ണിൽ അല്ലെങ്കിൽ ഏതെങ്കിലും എമിറേറ്റ്സിൽ യേശു നിന്നെ കണ്ടുമുട്ടി അന്ന് രാത്രിയിൽ രക്ഷാദാനമോ അത് എത്ര മാധുര്യം, എന്നെ വീണ്ടതോ അത് എത്ര ആശ്ചര്യം, കർത്തൻ സ്വന്തമാക്കി എന്നെ തീർത്തു വന്ന ആ രാത്രിയിൽ നിങ്ങൾ ആഘോഷിച്ച ആഘോഷം പോലെ ഒരു സന്തോഷം ഇനി ഉണ്ടായിട്ടില്ല. ഈ 2025 ഓഗസ്റ്റ് മാസം 10-ാം തീയതി രാത്രിയിലും അഭിമാനത്തോടെ വിളിച്ചു പറഞ്ഞാട്ട് രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവപൈതലിന് യു ക്യാൻ നെവർ എവർ ഫോർഗെറ്റ് ദാറ്റ്. രക്ഷയുടെ സന്തോഷം അത് ഓർക്കും തോറും നമ്മുടെ ഉള്ളിൽ അങ്ങ് സ്നേഹം വർദ്ധിക്കും. യേശു എന്നെ വീണ്ടെടുത്തു അഗാധ കൂപത്തിൽ നിന്ന്, പാപത്തിൻ്റെ കുഴഞ്ഞ ചേറ്റിൽ നിന്ന്, നാശകൂപത്തിൽ നിന്ന്, അല്ലെങ്കിൽ മൃത്യുമേയിക്കുന്ന ആടായി പാതാളത്തിന് ഇരയായി അല്ലെങ്കിൽ പോയിക്കൊണ്ടിരുന്ന എന്നെ പിടിച്ചിട്ട് അവൻ്റെ മക്കളായി പുത്രനാക്കി അവകാശം തന്ന് പുത്രത്വം നൽകി വീണ്ടെടുത്തു. അല്ലയോ, എൻ്റെ മേൽ ദൈവമകൻ എന്ന പേര് തന്ന് എന്നെ പരിശുദ്ധാത്മാവിൻ്റെ ആചാരം തന്ന് നിർത്തിയിരിക്കുന്ന ആ ദൈവസ്നേഹം ഓർക്കുമ്പോൾ മറന്ന് ദൈവത്തെ ആരാധിക്കും. അപ്പോൾ പിന്നെ പാസ്റ്ററോ അല്ലെങ്കിൽ പാട്ടുകാരൊന്നും പ്രത്യേകിച്ച് നിങ്ങളെ പ്രചോദനം തരേണ്ട, നമുക്ക് കൈയടിക്കാം, പാട്ട് പാടാമെന്ന്. ദ മോമെൻറ്റ് യു റിമെമ്പർ ആൻഡ് റീകോൾ ദ ഡേ ഓഫ് യുവർ സാൽവേഷൻ യു വിൽ കണ്ടിന്യൂലി ബിഗിൻ ടു വർഷിപ്പ് ദ ലോർഡ്. അതുകൊണ്ടാണ് സംഗീതക്കാരൻ പറഞ്ഞത്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിക്കുന്ന ഹല്ലേലൂയ ഈ ഒരു അനുഭവത്തിൽ എന്നെ കൊണ്ടെത്തിച്ചത് എനിക്കൊരു നല്ല ഇടയനുള്ളത് കൊണ്ടാണ്. ആ ഇടയൻ്റെ ഒന്നാമത്തെ പ്രത്യേകത, ആ ഇടയൻ എന്നെ തേടി വന്ന ഇടയനാണ്. എന്നെ തേടി വന്നത് കൊണ്ടാണ് എനിക്ക് എൻ്റെ ഇടയനെന്ന് പറയാൻ കഴിയുന്നത്. 2, എന്തുകൊണ്ടാണ് ഈ ഇടയൻ എൻ്റെ ഇടയനായി മാറിയത്? ലൂക്കോസ് 15-5 വാക്യം. കണ്ടുകിട്ടിയാൽ സന്തോഷിച്ച് ചുമലിലെടുത്ത് വീട്ടിൽ വന്ന്. അവിടെ നിൽക്കട്ടെ, നമുക്ക് അതിന് കണ്ടിന്യൂസ് ആണ്. 3 ഭാഗങ്ങളായിട്ട് നമുക്ക് ചിന്തിക്കണം. 2, കണ്ടുകിട്ടിയാൽ അന്ന് മുതൽ എന്നെ ചുമലിലേറ്റുന്നതാ ഈ ഇടയൻ്റെ ജോലി എന്ന് പറയുന്നു. A shepherd that carry me upon his shoulder. അപ്പോൾ 1, എന്നെ തേടി വന്ന ഇടയൻ. അത് ഇന്നലെയാണ്, ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ഇന്നലകളെന്ന് പറയും.
കഴിഞ്ഞ കാലങ്ങളിൽ നാം അനുഭവിച്ച ആത്മീയ വിടുതൽ, ആത്മീയ സന്തോഷം എന്ന് പറയുന്നത് ഇന്നലകളിൽ നമ്മെ തേടി വന്ന യേശുനാഥൻ. ഇന്നെന്താ, വാട്ട് ദ ഷെപ്പേർഡ് ഈസ് ഡൂയിങ് പ്രസന്റ്ലി? ഇന്ന് എന്താ ചെയ്യുന്നത്? രക്ഷിക്കപ്പെട്ട അന്ന് തൊട്ട് നമ്മളല്ല നടക്കുന്നത്, യേശു നമുക്ക് വേണ്ടി നടക്കുന്നു. അവർ പൊസിഷൻ ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുന്നത് വി ആർ സീറ്റഡ് അപ്പോൺ ദ ഷോൾഡർ ഓഫ് ജീസസ്. യേശുവിൻ്റെ തോളിൽ നമ്മെ ഇരുത്തിയിരിക്കുക. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഷാർജയുടെ മണ്ണിലാണെങ്കിലും, കേരളത്തിലാണെങ്കിലും, അമേരിക്കയിലാണെങ്കിലും, ഓസ്ട്രേലിയയിലാണെങ്കിലും, ഏത് രാജ്യത്താണെങ്കിലും ഒരു ദൈവ പൈതലിൻ്റെ ഇരിപ്പിടം എന്ന് പറയുന്നത് യേശുവിൻ്റെ തോളിലാണ്. അതുകൊണ്ടാണ് അഗ്നി നിന്നെ ദഹിപ്പിക്കാത്തത്, അതുകൊണ്ടാണ് നദി നിന്റെ മേൽ കവിയാത്തത്. നമ്മുടെ കാലിൻ്റെ ബലമല്ല, നമ്മുടെ കരത്തിൻ്റെ മിടുക്കല്ല, നമ്മുടെ ബുദ്ധിയുടെ വൈഭവമല്ല, അറിവിൻ്റെ ശ്രേഷ്ഠതയല്ല, ഭാഷയുടെ അല്ലല്ലേ സ്വാധീനമല്ല, പണത്തിൻ്റെ ശക്തിയല്ല, കൂടെ നിൽക്കുന്നവരുടെ എണ്ണമല്ല. എന്നെ ചുമക്കുന്ന ഒരുവൻ എൻ്റെ കൂടെയുണ്ട്, അവൻ്റെ ചുമലിൽ ഞാൻ ഇരിക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഞാൻ ഏകനല്ല, ഏക എന്ന വെളിപ്പാട് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. എനിക്കാരുമില്ല, ഞാൻ ഒറ്റപ്പെട്ടു പോയതൊരു നിലവിളി സമൂഹത്തിൻ്റെ നിലവിളിയാണ്. എല്ലാ സമൂഹത്തിനുമുണ്ട്, എല്ലാ ഭാഷക്കാർക്കുമുണ്ട്, എല്ലാ ജാതിക്കും വംശത്തിനുമുള്ള നിലവിളിയാണ്. വേദപുസ്തകത്തിൻ്റെ ആരംഭം തൊട്ട് അവസാനം വരെ നാം കാണുന്ന മനുഷ്യൻ്റെ നിലവിളിയാണ് എനിക്ക് ആരുമില്ല എന്നൊരു നിലവിളി. അതിൻ്റെ നിവൃത്തീകരണമാണ് കാൽവറി ക്രൂശിൽ അവസാനമായി യേശു വെളിപ്പെടുത്തിയത്. കായീൻ തുടങ്ങി പറയുന്നു, എന്നെ കാണുന്നവർ എന്നെ കൊന്നുകളയും, എനിക്ക് വേറെ ആരുമില്ല എന്ന് പറയുന്നൊരു നിലവിളി. ഇങ്ങോട്ട് വരുമ്പോഴല്ലേ കരുത്തനായ പ്രവാചകനായ ഏലിയ പ്രവാചകൻ പ്രാർത്ഥിച്ചാൽ ആകാശം തുറക്കും, പ്രാർത്ഥിച്ചാൽ ആകാശം അടയും, പ്രാർത്ഥിച്ചാൽ തീ മഴ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിപ്പെയ്യും, പ്രാർത്ഥിച്ച് അരമുറുക്കിക്കൊണ്ട് ആഹാബിൻ്റെ രഥങ്ങൾക്ക് മുമ്പിൽ ശരവേഗത്തിൽ പാഞ്ഞു പോകുന്നവനാണ് ഏലിയാവ്. ഒരു മനുഷ്യന് തന്നെ തടുക്കുവാൻ കഴിയുന്നില്ല. താൻ പ്രാർത്ഥിച്ചാൽ ജീവശവമായ കുഞ്ഞുങ്ങൾ ചാടി എഴുന്നേൽക്കും. എന്തോ അഭിഷേകമുള്ള പ്രവാചകനാ, എന്ത് കരുത്തുള്ളവനാ. പക്ഷെ ഇപ്പോൾ നിരാശപ്പെട്ട് ഈ ഇരിക്കുന്ന ഏലിയാവ് പറയുന്നത് എന്താ? ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, ഞാൻ മാത്രമേ ഉള്ളൂ. ഒരു ഏകാന്തതയുടെ സന്ദേശം പറയുമ്പോഴാ സ്വർഗം അപ്പുറത്ത് മാറ്റി എന്ന് പറഞ്ഞത്. നീ ഏകനല്ല, നിന്നെപ്പോലെ എനിക്കൊരു കൂട്ടമുണ്ട്. ഇന്ന് രാത്രി സഭ അത് തിരിച്ചറിയണം. ഹല്ലേലൂയ. നിങ്ങളെപ്പോലെ സമശിക്ഷാവിധിയിൽ, സമകഷ്ടത്തിൽ, സമവേദനയിൽ, സമ ദുഃഖത്തിലായിരിക്കുന്ന അനേകർ ചുറ്റുപാടുണ്ട്. അവരെയും ഹല്ലേലൂയ നിന്നെ പോറ്റിയത് കാക്കയേച്ചാണെങ്കിൽ മറ്റൊരു 7000 വഴി എൻ്റെ പക്കലുണ്ട്. അത് ഇന്ന് രാത്രി ആരും അറിയാത്ത, ആരും അറിഞ്ഞിട്ടില്ലാത്ത ശ്രേഷ്ഠ ഭോജനങ്ങൾ എൻ്റെ ഈ നിങ്ങളുടെ അതരത്തിൽ വെച്ച് തരുവാൻ എണ്ണിയല്ല ഒടുങ്ങാത്ത പദ്ധതികളും വഴികളും ദൈവത്തിനുണ്ടെന്നോർത്ത് സ്തോത്രം ചെയ്യണം. ഒരാളുടെ സാക്ഷിയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നല്ലതാണ്. പെന്റിക്കോസ്റ്റൽ ആർ എക്സൈറ്റഡ് ബൈ ഹിയറിംഗ് ദ ടെസ്റ്റിമണി. നമുക്ക് നല്ല ഇഷ്ടമാണ്, നല്ലതാണ് സാക്ഷ്യം, നമ്മുടെയും സാക്ഷ്യം നല്ലതാണ്. പക്ഷേ അവരുടെ സാക്ഷ്യത്തിൽ നടന്നതുപോലെ നമുക്ക് നടക്കണമെന്ന് നിർബന്ധം പിടിക്കരുത്. വിശുദ്ധ തിരുവെഴുത്ത് നിങ്ങൾ നന്നായി പഠിച്ചാൽ യേശുവിൻ്റെ 39 അത്ഭുതങ്ങൾ ദൈവദാസൻ ഓർപ്പിച്ചു. ഇതിൽ ചെയ്തതിലധികം അത്ഭുതങ്ങളുണ്ട്, എഴുതിയ പുസ്തകത്തിൽ കൊള്ളത്തില്ലെന്നാണ് യോഹന്നാൻ എഴുതിയത്. അങ്ങനെ അത്ഭുതങ്ങൾ നോക്കൂ. ഈച്ച് ആൻഡ് എവരി മിറക്കിൾ ആർ യുണീക്ക്. ഓരോന്നും വ്യത്യസ്തമായിരുന്നു. കാരണം എന്താ? അതിൽ നിന്നൊരു പാഠം നിങ്ങൾ പഠിക്കണം. നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ഡീലിങ് വ്യത്യസ്തമായിട്ടായിരിക്കും. എല്ലാ കുരുടനെയും ഒരുപോലല്ല സൗഖ്യമാക്കിയത്, എല്ലാ മുടന്തനെയും ഒരുപോലല്ല സൗഖ്യമാക്കിയത്, എല്ലാ മരിച്ചവരെയും ഒരേ പാറ്റേണിലല്ല യേശു ഉയർത്തെഴുന്നേൽപ്പിച്ചത്. മരണത്തിൻ്റെ ശരീരത്തിൻ്റെ ചൂട് മാറുന്നതിന് മുമ്പ് യായിറോസിൻ്റെ മകളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. ശവക്കോട്ടയുടെ തൊട്ട് മുമ്പിൽ നിന്ന് നയീൻ പട്ടണത്തിലെ വിധവയുടെ മകനെ തിരിച്ച് ജീവനിലേക്ക് കൊണ്ടുവരുന്നു. 4 ദിവസം കഴിഞ്ഞ ലാസറിനെ എഴുന്നേൽപ്പിച്ചത്. എന്താ അർത്ഥം? ഹല്ലേലൂയ. ദൈവം ഓരോരുത്തർക്കും വിടുതൽ തരുമ്പോൾ ഇറ്റ് വിൽ ബി യുണീക്ക് ഡെലിവറൻസ് ആൻഡ് ഇറ്റ് വിൽ നോട്ട് ഹാവ് എനി റെഫറൻസ്. വേറെ ആർക്കും റിക്കാർഡിക്കലായിട്ടുള്ള ഒരു വിടുതലല്ല തരുന്നത്. ഇന്ന് വരെ ചരിത്രത്തിലില്ലാത്ത ഒരു വിടുതലാ ദൈവം നിനക്ക് വരെ എഴുതിയിരിക്കുന്നത്. ഒരു നിയമപുസ്തകത്തിലും എഴുതാത്ത, ആരുടെയും ഹൃദയത്തിൽ തോന്നാത്ത, ഒരു കണ്ണ് കാണാത്ത, ഒരു ചെവി കേൾക്കാത്ത, ആരും ഇതുവരെ പറയാത്ത ഒരു സാക്ഷ്യം നിനക്ക് തരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ഞാൻ ആത്മാവിൽ ദൂത് പറഞ്ഞാൽ എത്ര പേര് അതിന് ആമേൻ പറയും? മറ്റൊരാളുടെ സാക്ഷ്യമല്ല നിന്റെ സാക്ഷ്യം. സഹോദര സഹോദരി, ഈ പട്ടണത്തിൽ ആരും പറയാത്ത ഒരു സാക്ഷ്യത്തിന് നിന്നെ ഉടമസ്ഥയാക്കി മാറ്റി ദൈവസഭയ്ക്ക് അത് സ്തോത്രത്തിന് വഴിയാക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ദൂത് പറയുക. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രവൃത്തികളൊക്കെ അങ്ങനെയാണ്. അവൻ്റെ പ്രവൃത്തികൾ അഗോചരമത്രേ, അവ എണ്ണിയാൽ ഒടുങ്ങാത്തതാണ്, എണ്ണാൻ തുടങ്ങിയാൽ മണലിനേക്കാൾ അധികമാണെന്നൊക്കെയല്ലേ നാം പുസ്തകത്തിൽ വായിക്കുന്നത്. അപ്പോൾ യേശുവിൻ്റെ ചുമലിൽ ഇരുന്നാണ് ഏകരെന്നുള്ള ആ ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് മാറിക്കളയണം. ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ അന്യനല്ല, അനാഥനല്ല, ഞാനൊരു സനാതനാണ്, ദൈവപുത്രനാണ്, ദൈവ പൈതലാണ്. എൻ്റെ കരം പിടിച്ച് നടത്തുന്ന ഒരു ദൈവമുണ്ടെന്നൊരു വെളിപ്പാട് ഇന്ന് രാത്രി നമുക്കുണ്ടാകണം. അതാണ് യേശുവിൻ്റെ ചുമലിരിക്കുക. ദാറ്റ് മീൻസ് ദ ക്രൈസ്റ്റ് സെൻറ്റേർഡ് ലൈഫ് എന്ന ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം എന്ന് പറയുന്നത് തന്നെ യേശുവിനോടൊപ്പമുള്ള യാത്രയാണ്.
വിശുദ്ധ തിരുവെഴുത്തിലെ അതിപ്രധാനമായ ഒരു മർമ്മമാണ്. ഇറ്റ്സ് വെരി ഹാർഡ് ടു അണ്ടർസ്റ്റാൻഡ് ബട്ട് ഈസി ടു എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും അനുഭവിക്കാൻ എളുപ്പമുള്ള ഒരു മർമ്മമുണ്ട്. ക്രിസ്തുവിനെ കണ്ടെത്തിയവർ, നിങ്ങൾ ക്രിസ്തുവിലും ക്രിസ്തു നിങ്ങളിലും ഇരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? പുറമേയുള്ള മാനുഷിക ഭാഷയിലോ ഏതെങ്കിലും ശാസ്ത്രം വെച്ച് പഠിക്കാൻ നോക്കിയാൽ ഇറ്റ്സ് നോട്ട് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾ ക്രിസ്തുവിലാണ്, ക്രിസ്തു നിങ്ങളിലാണ്. പക്ഷേ ആത്മീയ അനുഭവമുള്ളവർക്ക് പറയാം, ഞാൻ ക്രിസ്തുവിലും ക്രിസ്തു എന്നിലും വസിക്കുന്നുവെന്ന്. ഇതൊരു വലിയ അനുഭവം തന്നെയാണ്. ക്രിസ്തു എൻ്റെ ഉള്ളിൽ വസിക്കുന്നു, ക്രിസ്തുവിൽ ഞാൻ വസിക്കുന്നു, ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു, ക്രിസ്തു എന്നിലിരിക്കുന്നു എന്നുള്ള ഇത്യാദി ചിന്തകളൊക്കെ നമുക്ക് തരുന്ന പരിജ്ഞാനം, അറിവ് വളരെ ശ്രേഷ്ഠമാണ്. അപ്പോൾ ക്രൈസ്റ്റ് സെൻറ്റേർഡ് ലൈഫാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല നടക്കുന്നത്. ആരാ നിങ്ങളെ കൊണ്ടുപോകുന്നത്? യേശുവാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഇന്ന് രാത്രി ഭാര്യയേക്കാൾ, ഭർത്താവിനേക്കാൾ, മക്കളേക്കാൾ, മരുമക്കളേക്കാൾ, സഭയേക്കാൾ, പാസ്റ്ററേക്കാൾ, വിശ്വാസികളെക്കാൾ നിങ്ങൾക്കടുത്ത് യേശുവുണ്ട് എന്നൊരു വലിയ വെളിപ്പാട് ഇന്ന് രാത്രി പ്രാപിക്കണം. എൻ്റെ ഇടയൻ ആരാ? എന്നെ തോളിലേറ്റി കൊണ്ടുപോകുന്ന ഇടയൻ. നമ്മൾ യേശുവിൻ്റെ തോളിലിരിക്കുന്നെങ്കിൽ, ഒരു മാനുഷിക നിലയിൽ നിങ്ങൾ ചിന്തിച്ചാട്ടെ, നിങ്ങൾ യേശുവിൻ്റെ തോളിലായിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വായും യേശുവിൻ്റെ ചെവിയും ഒത്തിരി അടുത്തായിരിക്കും അല്ലേ? നമ്മൾ പലപ്പോഴും പടച്ച് താഴെ ഇറങ്ങുന്നുണ്ട്, ഈ കിടന്ന് ആലോചിച്ച് എനിക്ക് ആരുമില്ലേ എന്ന് നെഞ്ചത്തടിക്കുന്നത്. അല്ലല്ലേ? ഇരുത്തിയടത്ത് വിശ്വസ്തരായിരുന്നാട്ടെ. ഇരുത്തിയ സ്ഥാനത്ത് വിശ്വസ്തരാണെങ്കിൽ വചനം പറയുന്നു, നിങ്ങളുടെ നിലവിളിയിൽ തന്നെ എനിക്ക് അലിവ് തോന്നും. നിങ്ങളുടെ കരച്ചിലല്ല, തൻ്റെ ഭക്തന്മാരുടെ നിലവിളിക്ക് എൻ്റെ ചെവി തുറന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി അവൻ ഇരുത്തിയിടത്ത് നിങ്ങൾ വിശ്വസ്തരായിരിക്കണം. യേശുവിൻ്റെ ചുമലിൽ ഇരിക്കുന്നവരാണ് ദൈവമക്കൾ എന്ന വെളിപ്പാടുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അല്ലേ? ഞാൻ ആ ഭാഗത്തുനിന്ന് പോവുകയാണ്. അപ്പം ഒന്നാമത്തെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ പ്രത്യേകത, നമ്മെ തേടി വന്ന ഇടയൻ, രക്ഷയുടെ അനുഭവം. 2, ദ സക്സസ്ഫുൾ വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ്. യേശുവിനോട് കൂടെയുള്ള യാത്ര. നാം അല്ല നടക്കുന്നത്. അഗ്നിയിൽ നടന്നാലും, വെള്ളത്തിൽ നടന്നാലും, തീച്ചൂളയിൽ എറിഞ്ഞാലും, സിംഹക്കുഴിയിൽ പോയാലും ഞാനല്ല പോകുന്നത്, ഞാൻ യേശുവിൻ്റെ ചുമലിലിരുന്നാണ് പോകുന്നത്. അല്ല, ഒറ്റയ്ക്ക് സഹിപ്പാൻ നമ്മെ അവൻ വിടത്തില്ല. നിങ്ങളുടെ ജോലിയിൽ യേശു നിങ്ങളുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ യേശു നിങ്ങളുടെ കൂടെയുണ്ട്. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ യേശു നിങ്ങളുടെ കൂടെയുണ്ട്. ഇവരെ നിങ്ങൾ അക്കരെ നാട്ടിൽ പഠിക്കാൻ വിട്ടെന്ന് വെച്ചോ, അവിടെ യേശു അവരുടെ കൂടെയുണ്ട്. ആ വെളിപ്പാടോടെ വേണം ദൈവമക്കൾ ജീവിക്കാൻ. അല്ലാതെ ഭാരപ്പെട്ട് യഹോവ എൻ്റെ കൂടെയുണ്ട് സത്യം എന്ന വെളിപ്പാടോടെ ജീവിക്കണം. മൂന്നാമത്തെ ചിന്ത അതേ വാക്യത്തിൽ തന്നെ, ലൂക്കോസ് 15:5-6 കൂടെ ചേർത്ത്, കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടത്താതിരിക്കുമോ? കണ്ടുകിട്ടിയാൽ സന്തോഷിച്ച് ചുമലിലെടുത്ത് വീട്ടിൽ വന്ന് സ്നേഹിതന്മാരെയും അയൽക്കാരെയും വിളിച്ചു കൂട്ടി. മൂന്നാമത്തെ ചിന്ത, 1 കാണാതെ പോകുന്നതിനെ തേടി പോകുന്ന ഇടയൻ. മറന്നു പോകല്ല. ഇറ്റ്സ് എ വെരി സിമ്പിൾ മെസ്സേജ് അല്ലേ? 2 കണ്ടു കിട്ടിയാൽ അന്ന് മുതൽ തോളിലേറ്റി ചുമന്നുകൊണ്ട് വഹിക്കുന്ന, നരയ്ക്കോളം ചുമക്കുന്ന കല്ല്, നിത്യതയോളം ചുമക്കുന്ന ഒരു നല്ല ഇടയൻ. 3 എവിടെ വരെ ചുമക്കും? ഇവിടെ നിങ്ങൾ വായിച്ചല്ലേ, എവിടെ വരെ ചുമക്കും? ചുമന്ന് വീട് വരെ ചുമക്കും. പ്രൈസ് ദി ലോർഡ്. ഇപ്പം പാട്ട് പാടി ആവേശത്തോടെ നമ്മൾ ആത്മാവിൽ ആരാധിച്ചതേ ഉള്ളൂ. ഇവിടം കൊണ്ട് തീരത്തില്ല. ഈ ഇടയൻ്റെ പ്രത്യേകത, കല്ലറയ്ക്കപ്പുറത്തേക്ക് നമ്മളെ കൊണ്ടുപോകും. തൻ്റെ വീട്ടിലെ നിത്യസന്തോഷത്തിലേക്ക് നമ്മളെ ചുമന്നു കൊണ്ടുപോകുന്ന ഇടയനാണ് ദൈവമക്കളുടെ നല്ല ഇടയൻ. അതുകൊണ്ടാണ് ഇന്ന് രാത്രി യഹോവ എൻ്റെ ഇടയനെന്ന് പറയുമ്പോൾ, എൻ്റെ പാപം പോക്കിയ ഇടയൻ, എന്നെ വഴി നടത്തുന്ന ഇടയൻ, തൻ്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോകുന്ന ഇടയൻ. എത്ര പേർക്ക് ഇന്ന് രാത്രി ആവേശമുണ്ട്? ഞാൻ യഹോവ എൻ്റെ ഇടയനെന്ന് ഒറ്റ വാക്കിൽ പറയുമ്പോൾ എനിക്ക് മുട്ടുണ്ടാകില്ലെന്ന് പറഞ്ഞത്, ഈ മരുഭൂപ്രയാണത്തിൽ വരുന്ന പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ എനിക്ക് ബുദ്ധിമുട്ടില്ലാത്തതിൻ്റെ കാരണം യഹോവ എൻ്റെ ഇടയനായതുകൊണ്ടാണ്. നിത്യതയെക്കുറിച്ച് നമുക്കൊരു ദർശനം ഇവിടെ കിട്ടി. ഈ ഇഹലോക ജീവിതവാസം എങ്ങനെ ജയകരമായി നടത്താം എന്ന് നമുക്ക് മനസ്സിലായി. എവിടെ നിന്നാണ് എന്നെ കൊണ്ടുവന്നത് എന്ന വെളിപ്പാട് നമുക്ക് കിട്ടി. ഈ ഇടയൻ്റെ കൂടെയുള്ള യാത്രയ്ക്ക് മാത്രമേ നിറഞ്ഞു കവിയുന്ന ഒരു ആത്മീയ ജീവിതം കാഴ്ചവെക്കാൻ കഴിയത്തുള്ളൂ. അതിൻ്റെ രണ്ടാം ഭാഗം കൂടെ പറഞ്ഞിട്ട് നമുക്ക് 5-ാം വാക്യത്തിലേക്ക് പ്രവേശിക്കാം. അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നത്, ശ്രദ്ധിച്ചു വായിക്കണമേ ബൈബിൾ. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ അതല്ല, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ, എത്രയോ പ്രാവശ്യം കേട്ട പ്രസംഗമല്ലേ ഇത്? അല്ല, ഈ മേക്സ് മീ ടു ലൈ ഡൗൺ ഇൻ ഗ്രീൻ പാസ്റ്റേഴ്സ്. ഇത് കേട്ട ഉടനെ നമുക്ക് എന്താ ഓർമ്മ വരുന്നത്? നിങ്ങൾക്കറിയാമെന്ന് പറഞ്ഞു, സവായോന്ന് ഓർത്തോണ്ട് പറയാതിരിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് എന്താ ഉടനെ ഓർമ്മ വരുന്നത്? വലിയ സമൃദ്ധി, പച്ചപ്പ്, ഒരിക്കൽ പോലും ഉണക്കപ്പുല്ല് തരുന്ന ദൈവമല്ല ഞങ്ങളുടെ ദൈവം. കച്ചി പോലും തരത്തില്ല. എപ്പോൾ നോക്കിയാൽ എന്തായിരിക്കും? ജീവിതത്തിൽ ആകമാനം പച്ചപ്പ്. തെറ്റിദ്ധരിക്കരുതല്ലേ, ചിലപ്പോഴൊക്കെ ഉണക്ക അനുഭവങ്ങളൊക്കെ ഉണ്ടാകും, ചിലപ്പോഴൊക്കെ വരണ്ട അവസ്ഥകളുണ്ടാകും, ചിലപ്പോഴൊക്കെ മാറാത്ത രോഗങ്ങളുണ്ടാകും, ചിലപ്പോഴൊക്കെ വേദനയുടെ കൂമ്പാരം ഉണ്ടാകും, ചിലപ്പോഴൊക്കെ അല്ലെങ്കിൽ മറുപടിയില്ലാത്ത പ്രാർത്ഥനയൊക്കെ ഉണ്ടാകും. പച്ചപ്പെന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നും അല്ലെങ്കിൽ ഭൗതിക സമൃദ്ധി അല്ല.
പക്ഷെ അവിടുത്തെ ആ പദം ശ്രദ്ധിക്കണം. അതിൻ്റെ മൂലഭാഷയിൽ എഴുതിയിരിക്കുന്നത് ഹല്ലേലൂയ, പച്ചയായ പുൽപ്പറങ്ങളിൽ അവനെ കിടത്തിയിരിക്കുന്നതിൻ്റെ ഭാഷ ബലമായി എന്നെ പിടിച്ച് കിടത്തിയെന്നാണ്. അത് ഞങ്ങൾക്ക് തെളിയിച്ചു തരാം. എനിക്കിവിടെ കിടക്കാൻ ഇഷ്ടമൊന്നുമില്ലായിരുന്നു. ഞാനന്ന് ഈ ആടിനെ നാട് മൊത്തം ചാടി നടന്ന് മതിൽ ചാടി ഓടി നടന്നിട്ട് കിട്ടുന്ന നാമ്പ് മുഴുവൻ കടിച്ചു പറിച്ചിട്ട് അത് തിന്നണം ഇത് തിന്നണം എന്ന് ആഗ്രഹം. പക്ഷേ ഇടയൻ പറഞ്ഞു ഒക്കത്തില്ല, ഇവിടെ കിടന്നേ പറ്റത്തുള്ളൂ. കൈയും കാലും കെട്ടി കിടത്തിയിരിക്കുന്ന അതിൻ്റെ അർത്ഥം. അത് മനസ്സിലാകണമെങ്കിൽ നിങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ വീട്ടിൽ, 8 മണിയാകുമ്പോൾ ഡാഡി മമ്മി പറയും മോനെ ഉറങ്ങാറായി, കിടക്കത്തില്ല. നമ്മൾ എന്ത് ചെയ്യും? പിടിച്ച് കിടത്തും അല്ലേ? പായിൽ ഒരു കുപ്പിയും ഫിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? പിടിച്ച് കിടത്തും. എന്നിട്ട് ഇഷ്ടമില്ലാത്ത കൊച്ചിനെ നമ്മൾ എന്ത് ചെയ്യും? ഉറക്കും. ഈ അതേ പണിയാണ് ദൈവം ചെയ്യുന്നത്. ഹല്ലേലൂയ. ചില സമയത്ത് എന്നെ പിടിച്ചു കിടത്തുന്നു, അതിര് വെച്ച് പരിധി വെച്ച് ഇതിനപ്പുറത്ത് പോകരുത് എന്ന നിർദ്ദേശം തന്ന്, കഴിക്കാൻ ആഹാരം, കുടിക്കാൻ നല്ല വെള്ളം, ധരിപ്പാൻ വസ്ത്രം, കിടപ്പാൻ നല്ല പാർപ്പിടം, സഞ്ചരിപ്പാൻ വാഹനമൊക്കെ തരും. പക്ഷെ ദൈവത്തിൻ്റെ പരിധിക്കും പരിമിതിക്കകത്ത് നിന്നോണം. ഹല്ലേലൂയ. ദൈവം തടയുന്ന ദൈവത്തിന് എത്ര പേര് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യും? ചില വഴികളൊക്കെ ദൈവം ഇന്ന് രാത്രി അടച്ചത്, ദൈവം നമ്മെ തടഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ പച്ചപ്പ് എന്താണെന്ന് തിരിച്ചറിയാനാ. ആത്മീക പച്ചപ്പ് എന്താണ്? വചനത്തിൻ്റെ പച്ചപ്പ് എന്താണ്? ശുശ്രൂഷയുടെ തിളക്കം എന്താണ്? ലോകമെമ്പാടും ചാടി നടന്നിട്ട് അതും വേണം ഇതും വേണം ഇതും കൂടെ വേണം എന്ന് പറഞ്ഞ് കിട്ടുന്നതെല്ലാം ഭക്ഷിക്കുന്നതല്ല ആത്മീയം. ദൈവത്തിനറിയാം നിന്നെ എവിടെ കിടത്തണമെന്ന്, ഏത് കുടുംബത്തിലാക്കണം, ഏത് സഭയിലാക്കണം, ഏത് ശുശ്രൂഷയിലാക്കണം, എന്താ നിന്റെ മേലുള്ള വിളി, എന്താ തിരഞ്ഞെടുപ്പ്, എന്താ നിനക്കുള്ള അധികാരം, എന്താ നിനക്കുള്ള അവകാശം എന്നറിയുന്ന ഇടയനാ എൻ്റെ ഇടയൻ. അവിടെ നമുക്ക് ദൈവത്തിൻ്റെ പരിമിതി എന്ന് പറയുന്നത് നമ്മുടെ ഒരു അനുഗ്രഹമാണ്. The God's restriction is the truly, hallelujah, an exact blessing what we need in our life. ദൈവം വെച്ചിരിക്കുന്ന പരിമിതിയാ നമുക്ക് വേണ്ട അനുഗ്രഹം. ഹല്ലേലൂയ. ഇതിനപ്പുറം കടക്കരുത്. സമുദ്രത്തോട് പറഞ്ഞില്ലേ ഇതിനപ്പുറം കടക്കരുതെന്ന്? അതിന് മണൽ കൊണ്ട് അതിര് വെച്ചില്ലേ? സൂര്യചന്ദ്ര നക്ഷത്രാദികൾക്ക് ദൈവം മാർഗനിർദ്ദേശം കൊടുത്തില്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ കഷ്ടതയ്ക്കും നമ്മുടെ വേദനയ്ക്കും നമ്മുടെ നിന്ദയ്ക്കും ഒക്കെ ഒരു അവധിയുണ്ട്. എത്ര പേരത് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. നിങ്ങളൊരു ഡ്രഗ് സ്റ്റോറിൽ പോയി, ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയി ഒരു സ്ട്രിപ്പ് മെഡിസിൻ എടുക്കുന്നു. അതിനകത്ത് ആദ്യമേ നോക്കുമെന്ന് അറിയത്തില്ല, സാധാരണ നോക്കുന്നത് ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് എത്ര ആണെന്നാണ്. അപ്പോൾ ഒരു നല്ല സാധനമല്ല, ഇത്രയും ഗുളികയില്ല, ഇതിനെന്തോ എക്സ്പയർ ആവാനാ. പക്ഷേ അതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ഒരു ഫുഡ് പാക്കറ്റ്, ഒരു ബ്രെഡ് പോലും വാങ്ങിക്കുന്നു, അതിൻ്റെ നോക്കുന്നു, അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കാണാൻ പറ്റും. അങ്ങനെ ഈ ലോകത്തിലുള്ള സകലത്തിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ കഷ്ടതയ്ക്കും ദൈവം ഒരു എക്സ്പയറി ഡേറ്റ് വെച്ചിട്ടുണ്ട്. അത് എൻ്റെ ഡേറ്റിനകത്ത് ആക്കണമെന്ന് നിർബന്ധം പിടിക്കരുത്. ദൈവം കുറിച്ചു വെച്ച് അവധി മറന്ന് കടക്കുവാൻ ഇതിന് കഴിവില്ല. ദൈവത്തിൻ്റെ അവധി മുറിച്ചു കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചോന്ന് അറിയത്തില്ല, പലയിടത്ത് പ്രസംഗിച്ചതുകൊണ്ട് ഒന്നും കൂടി ആവർത്തിക്കുന്നു. 19-ാം സങ്കീർത്തനത്തിലെ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, പകൽ പകലിന് വാക്ക് കൊടുക്കുന്നു, രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഈ പകലിനോട് എന്ത് വാക്കാ കൊടുത്തത്? രാത്രി രാത്രിയോട് എന്ത് അറിവാ കൊടുത്തത്? അതിന് ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾക്കാനില്ല. അർത്ഥം പ്രസംഗിച്ച് കേട്ടിട്ടില്ല, എഴുതി വായിച്ചിട്ടില്ല, ആരും പുറമുകളിൽ ഘോഷിക്കുന്നതും കേട്ടിട്ടില്ല. ബട്ട് ഒരു സൈലന്റ് മോഡിൽ ഇട്ടുകൊണ്ട് എ കമ്മ്യൂണിക്കേഷൻ ഈസ് ഓൾറെഡി ഹാപ്പൻ. എന്താ കമ്മ്യൂണിക്കേഷൻ? രാത്രി രാത്രിയോടൊരു വാക്ക് പറഞ്ഞു, പകലോടൊരു വാക്ക് പറഞ്ഞു. അത് ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ ആത്മാവിൽ കർത്താവിനെ സ്തുതിക്കും. രാത്രി രാത്രിയോട് പറഞ്ഞത്, എത്ര ശക്തിയോടെ നാം ഈ വെളിച്ചത്തെ വിഴുങ്ങിയാലും, എത്ര പ്രതാപത്തോടെ അവൻ്റെ മേൽ മൂടിയാലും നാളെ പ്രഭാതത്തിൽ മാറിക്കൊടുത്തേ പറ്റൂ. ശബല റിഖമന. എത്ര പേർക്ക് ആത്മാവിൽ കർത്താവിനെ സ്തുതിക്കാം? എത്ര അന്ധകാര ശക്തികൾ ഒരുമിച്ച് നിന്നാലും, എത്ര പട്ടണഭൂതങ്ങൾ ഒരുമിച്ച് കൈകൊട്ടി ചിരിച്ചാലും, എത്ര അപമാനങ്ങൾ നിന്റെ നേരെ തൊടുത്തുവിട്ടാലും, എത്ര തീയമ്പുകൾ നിന്റെ പേര് പറഞ്ഞയച്ചാലും, ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ദൂത് പറയുന്നു, 12 മണിക്കൂർ കഴിയുമ്പോൾ അത് വഴിമാറി കൊടുത്തേ മതിയാകൂ. ഇരുട്ടിന്റെ ശക്തികൾക്ക് ദൈവം അതിര് വെച്ചിരിക്കുന്നു. ഇരുട്ടിന്റെ ശക്തികൾക്ക് ദൈവം സമയം കുറിച്ചിരിക്കുന്നു. ചിലതിനൊക്കെ ഇന്ന് രാത്രി ദൈവം എണ്ണി അന്തം വെച്ചിരിക്കുന്നു. ആ വെളിപ്പാടോടെ കർത്താവിനെ സ്തുതിക്കണം. ആത്മാവിലല്ലോ ഇന്ന് രാത്രി എനിക്ക് അവധി വെച്ചിരിക്കുന്ന ദൈവമുണ്ട്. എൻ്റെ കട്ടതയ്ക്ക് അവനൊരു അറുതി വെച്ചിരിക്കുന്നു. ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഒഴിഞ്ഞു പോകാത്ത ഒരാപത്തും എനിക്ക് വന്നിട്ടില്ല എന്ന വെളിപ്പാട് നിങ്ങൾക്കുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. പകലിന് വാക്ക് കൊടുത്തു, ഭയപ്പെടണ്ട കേട്ടോ. ചിലപ്പോൾ കുറച്ചു നേരമൊക്കെ ഇരുട്ട് മൂടിയേക്കാം. ആരൊക്കെ നമ്മളെ മൂടിയാലും നാളെ രാവിലെ നമ്മൾ പൊട്ടി മുളച്ചിരിക്കും. ഇന്ന് രാത്രി ഈ വെളിപ്പാടോടെ എത്ര പേര് കർത്താവിന് സ്തോത്രം ചെയ്യും?
അല്ലല്ലേ, ഒരു 6 മാസം കഷ്ടപ്പെട്ടേക്കാം, 2 ദിവസം ഭാരപ്പെട്ടേക്കാം, ചില ദിവസങ്ങളിൽ തല കുനിച്ച് നടക്കേണ്ടി വന്നേക്കാം, ആരും കാണാതെ വണ്ണം അല്ലലിയ സ്തോത്രം അല്ലലിയ നമ്മെ കർത്താവ് തന്നെ വലയിൽ അകപ്പെടുത്തിയേക്കാം, നമ്മുടെ മുതുകത്ത് വലിയ ഭാരം വെച്ചേക്കാം, മനുഷ്യരെ തലയിൽ കൂടി കയറി ഓടിക്കുമാറാക്കിയേക്കാം, പലപ്പോഴും തീയിലും വെള്ളത്തിലും കൂടെ കടത്തിയേക്കാം. പക്ഷേ അത് കഴിയുമ്പോൾ അവൻ എന്നെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഇന്ന് രാത്രി ചിലതിൻ്റെയൊക്കെ എക്സ്പയറി ഡേറ്റ് ഇന്ന് രാത്രി അവസാനിക്കുന്നു എന്ന് ആത്മാവിൽ ദൂത് പറയുന്നു. ചിലരുടെ ജീവിതത്തിൽ കുറിച്ചു വെച്ച നാളുകൾ, ആണ്ടുകൾ കഴിയുന്നു, മാസങ്ങൾ കഴിയുന്നു. നിങ്ങൾ ക്ലേശം അനുഭവിച്ച ദിവസങ്ങൾക്കും കഷ്ടം അനുഭവിച്ച സംവത്സരങ്ങൾക്കും പകരമായി എൻ്റെ ജനത്തിൻ്റെ ഒരു സമൃദ്ധിയിലേക്ക്, ഒരു ആത്മീക സമൃദ്ധി, കൈയടിക്കാൻ കഴിയാത്ത ചിലതിനെ ഇന്ന് രാത്രി നിർത്താതെ കൈയടിക്കുന്ന ഒരു ആത്മബലം ദൈവം തരുന്നു. പാട്ടുപാടുവാൻ അതരം അടഞ്ഞുപോയ ചിലതിൻ്റെ അതരത്തിൽ യഹോവ എനിക്ക് ഒരു പുതിയ പാട്ട് തരുന്നു. ഇനിയും ഓടത്തില്ല എന്ന് പറഞ്ഞ ചിലതിനെ അവൻ കാലുകളെ മാൻപയുടെ കാലിന് തുല്യമാക്കി മാറ്റുന്നു. ഇനിയൊരു ഉയർച്ചയില്ല എന്ന് പറഞ്ഞ ചിലതിനെ അവൻ ഗിരികളിൽ മേൽ നിർത്തുമാറാക്കുന്നു. ശുശ്രൂഷ മണ്ഡലത്തിൽ, കുടുംബജീവിതത്തിൽ, കുഞ്ഞുങ്ങളുടെ മണ്ഡലത്തിൽ എത്ര പേർ ആത്മാവിൽ ഏറ്റെടുക്കും? ഇതാ ഒരു പുതു യാത്രയ്ക്കായി പരിശുദ്ധാത്മാവ് ചില കാലഘട്ടങ്ങൾ ഇരുന്നു കളഞ്ഞതിനെ, ഇരുത്തിക്കളഞ്ഞതിനെ, ഒച്ചുപോലെ ഇഴഞ്ഞുപോയത് പടക്കുതിരയെ പോലെ ആത്മാവിൽ കുതിച്ചു പായുന്നത്, ദേശത്ത് നെടുകയും കുറുകയും ഇനിയും ഏറിയ ദൂരം, ഏറിയ യാത്രകൾ, ഏറിയ ശുശ്രൂഷ, ഏറിയ വെളിപ്പാട്, ഏറിയ ആരാധന എൻ്റെ ജനത്തിന് തന്നു മാനിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആൾ മാറിയവരെ പോലെ ഇന്ന് രാത്രി ചിലരായി തീരട്ടെ. അകത്ത് കയറിയതുപോലല്ല, ഇന്ന് രാത്രി സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ യഹോവ എൻ്റെ ജീവന്റെ ബലമാ, യഹോവ എൻ്റെ വെളിച്ചമാ, യഹോവ എൻ്റെ രക്ഷയാ. പക്ഷെ ഇത് പറയുമ്പോൾ ഹല്ലേലൂയ എൻ്റെ ശരീരം മാംസം തിന്നുവാൻ അടുത്തു വരുന്ന അശുദ്ധ ശക്തികളുണ്ട്. ഹല്ലേലൂയ, പതിനായിരങ്ങൾ എൻ്റെ മാംസം തിന്നുവാൻ, രോഗ അണുക്കൾ നിന്റെ മാംസം തിന്നുവാൻ അടുത്തു വരുമ്പോൾ അത് ഇടറി വീഴുന്ന കാഴ്ച. കാരണം എന്താ? ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു. ഹല്ലേലൂയ, ആയുസിനേക്കാൾ, ആരോഗ്യത്തെക്കാൾ, സൗഖ്യത്തെക്കാൾ, ആലയത്തിലെ മനോഹരിത എൻ്റെ ഈ മന്ദിരത്തിലേക്ക് ഇന്ന് രാത്രി വെളിപ്പെട്ട് വന്നാൽ ഒരു രോഗാണുവും ഇന്ന് രാത്രി അവിടെ ഇരിക്കത്തില്ല. ചില ശരീരങ്ങൾ വിട്ട് രോഗാണുക്കൾ പുറത്തു പോകുന്നു. കാരണം യഹോവയുടെ മനോഹരിത്വം ഈ ആലയത്തിൽ വെളിപ്പെടുന്നു. എത്ര പേർ ആത്മാവിൽ പ്രാർത്ഥിക്കും? യേശുവിൻ്റെ നാമത്തിൽ അല്ലയ്യ, അതെനിക്ക് നല്ല ഉറപ്പാ. ഏത് ശുശ്രൂഷയിലും രോഗികൾ സൗഖ്യമാകും. അത് പാസ്റ്റർ എടുക്കല്ല, പ്രസംഗിക്കുന്ന കഴിവല്ല. ദൈവത്തിന്റെ തേജസ് ശരീരത്തിൽ ഇറങ്ങിയാൽ ഹല്ലേലൂയ, മാംസം തിന്നുവാൻ അടുത്തു വരുന്ന ക്യാൻസർ ശക്തികൾ, രോഗാണുക്കൾ, എവരി ഇൻഫെക്ഷൻസ് ഫ്രം ദ ടോപ്പ് ഓഫ് ദ ഹെഡ് ടു ദ ടിപ്പ് ഓഫ് ദ ടോ, ഇന്ന് രാത്രികാലം യഹോവയുടെ മനോഹരത്വം കണ്ടാൽ, യഹോവയുടെ തേജസ് ഇറങ്ങിയാൽ ഇന്ന് രാത്രി ശത്രുക്കൾ ഇടറി വീഴും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ദൈവത്തിൻ്റെ പരിധിയും പരിമിതിയും ഉണ്ട് കേട്ടോ. ഹി മേക്സ് മീ ടു ലൈ ഡൗൺ ഇൻ ഗ്രീൻ പാസ്റ്റേഴ്സ്. ഹല്ലേലൂയ, എന്നെ നിർബന്ധിച്ച് ബലമായി. ഹല്ലേലൂയ, ദൈവം തന്നതായി കുടുംബജീവിതം. ഒരുപക്ഷെ ഹല്ലേലൂയ അലസോരങ്ങളൊക്കെ കണ്ടേക്കാം, ഒരുപക്ഷെ പ്രതിസന്ധികളൊക്കെ കണ്ടേക്കാം. പക്ഷേ ദൈവം തന്ന പച്ചപ്പുൽമേടുകളാ. ഈ പരിധിയിലും പരിമിതിയിലും സംതൃപ്തരായിരിക്കണം. ഹല്ലേലൂയ, കയ്യും കാലും കെട്ടിയെടുക്കുന്ന പോലെ ഇതൊക്കെ ആക്കിയേക്കാം. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഉദ്ദേശമുണ്ട്. ദൈവദാസൻ ഓർപ്പിച്ചു, നമ്മുടെ കൂടെ ഇരിക്കാൻ വേണ്ടിയാണ്. ഓടി നടക്കുന്ന ഈ ആടിൻ്റെ പുറകെ ചാടി നടക്കുന്ന ഇടയനല്ല, താൻ ഇരിക്കുന്നിടത്ത് ഹല്ലേലൂയ നിങ്ങളും ഒന്ന് പാർക്കേണ്ടതിന്. താൻ ഇരിക്കുന്നിടത്ത് ഇരുത്തുന്ന ഇടയനാണ്. അതിനാ സ്തോത്രം. ചിലപ്പോഴൊക്കെ ചോദിച്ചിട്ടില്ല, എനിക്ക് മാത്രം എന്താ ഈ പ്രതിസന്ധി, എന്നോട് മാത്രം എന്താ ഇങ്ങനെ, എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, എനിക്ക് മാത്രം എന്താ സ്വാതന്ത്ര്യമില്ലാത്തത്, എന്തിനാ എനിക്ക് മാത്രം ഈ റെസ്ട്രിക്ഷൻ? നിന്നോട് അത്രമാത്രം സ്നേഹമാണ് കർത്താവ്. ഹല്ലേലൂയ, അവിടുത്തെ കണ്ണിൻ്റെ മുമ്പിൽ നാം ഉണ്ടായിരിക്കണം എന്നുള്ള വലിയ ആവേശമാണ്. പെട്ടെന്ന് പോട്ടെ, ഇനി എൻ്റെ ബാക്കി ഒന്നും എനിക്ക് ഓരോന്ന് വ്യാഖ്യാനിക്കണമെന്നുണ്ട്, സമയമില്ല. എൻ്റെ പാനപാത്രം നിറഞ്ഞ് കവിയും. ഇന്ന് എൻ്റെ കയ്യിലിരിക്കുന്ന പാനപാത്രം ഹല്ലേലൂയ ഒന്ന് ഓവർഫ്ലോയിങ് സ്പിരിച്വൽ എക്സ്പീരിയൻസ്. അത് പറഞ്ഞപ്പോഴാണ് കർത്താവിൻ്റെ ദാസൻ അത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ അതുകൊണ്ട് അങ്ങ് ചേർത്ത് പറയാൻ പോവുകയാണ്. അല്ലേ, നിങ്ങൾ കേട്ടല്ലോ ലാസറിൻ്റെ ആ വലിയ മനോഹരമായ അത്ഭുത ചരിത്രം. സ്തോത്രം. ബെഥാനിയിലെ കുടുംബത്തിലേക്ക് യേശു കടന്നു വരുന്നു. 4 ദിവസം കഴിഞ്ഞാണ് യേശു വരുന്നത്. യേശു കല്ലറയുടെ പുറത്ത് നിന്നുകൊണ്ട് കരയുന്ന സഹോദരിമാരെയും കരയുന്ന യഹൂദന്മാരെയും കാണുന്നു. യേശു ആകാശത്തെ നോക്കി നെറുവിടപ്പെടുന്നു. ഉച്ചത്തിൽ ലാസറെ പുറത്ത് വരിക എന്ന് പറഞ്ഞു. പുറത്തു വന്ന ലാസർ, ശ്രദ്ധിക്കണം, പുറത്ത് വന്ന ലാസർ എങ്ങനെ ഇരിക്കുന്നത്? ഒരു പഞ്ഞിക്കെട്ട് പോലെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. എന്തോ ഇതിനകത്തുനിന്ന് ആർക്കും അറിയത്തില്ല. മറി ഓർത്തുകയാണ് ഈ സാധനം അങ്ങനെ ചുമന്നു വീട്ടിൽ പോകുന്നത്. മാർത്തി ഓർത്താണ് ഇതിനെ കണ്ട് എങ്ങനെ വീട്ടിൽ, ഇതിന് നല്ലത് ഉയർത്തെഴുന്നേക്കാൻ ഇരുന്നാൽ മതി. കാരണം ഒന്നും കാണാനില്ല, കണ്ണും കാണാനില്ല, മൂക്കും കാണാനില്ല, ചെവിയും കാണാനില്ല. തല മുതൽ പെരുവരൽ വരെ തുണി കൊണ്ട് ചുറ്റിയിട്ടുമുണ്ട്, മുഖത്തൊരു മൂടുപടം ഇട്ടിട്ടുമുണ്ട്. ഈ പരുവത്തിലാണ് പലപ്പോഴും നമുക്ക് ജീവനുണ്ടെന്നൊക്കെ പറയുന്നത്. പക്ഷേ ഉള്ളിലുള്ള ജീവനേ ഉള്ളൂ. കൈ അടിക്കത്തുമില്ല, ചലിക്കത്തുമില്ല, ചിരിക്കത്തുമില്ല, ഒന്നും ചെയ്യത്തില്ല. ഇങ്ങനെ ഒരു സാധനത്തിന്, ഇങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടും എന്തോ ഗുണമാണ്?
പാനപാത്രം നിറഞ്ഞു കവിയുന്ന കാര്യം പറഞ്ഞു വരുന്നത് കേട്ടോ. സ്തോത്രമല്ലിയ. ജീവനുണ്ട്, പക്ഷേ ഇത് ഓവർഫ്ലോയിങ് അല്ല. അതിനായി കെട്ടഴിയുക എന്ന് പറയും. അല്ലാതെ പ്രവാചകൻ്റെ ഭാഷയിലെ വട്ടം വിട്ട് ചുട്ടുന്ന കെട്ടല്ല ഞാൻ അഴിക്കാൻ പോകുന്നത്. ആത്മീയത്തിലെ കെട്ട് നമ്മൾ അഴിക്കണം. അല്ലല്ലയ്യ, അത് ആര് കെട്ടിയോ? അപ്പോൾ യേശുവിന് വേണമെങ്കിൽ ഈസി ആയിട്ട് അഴിക്കാനുള്ളതേ ഉള്ളൂ. കാരണം ഈ കെട്ടൊക്കെ യേശു എത്രമാത്രം പൊട്ടിച്ചു. തൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന കെട്ട് ആരഴിച്ചത്? യേശു. അല്ലല്ലയ്യ, ഉയർപ്പൻ സുപ്രഭാതത്തിൽ ഒരു പ്രവാചകനും അകത്ത് കയറിയിട്ട് പത്രോസും യോഹന്നാനും പോയിട്ട് കെട്ടഴിയട്ടെ എന്ന് പറഞ്ഞ് എഴുന്നേൽപ്പിച്ചതല്ല. കെട്ട് പൊട്ടിച്ച് അഴിച്ച് കല്ലുരുട്ടി മാറ്റി കാവൽക്കൂട്ടത്തെ നിഷ്പ്രഭരാക്കി യേശു തന്നെ പുറത്ത് വന്നത്. ആ യേശുവിന് ഒറ്റ വാക്കിൽ കെട്ടടിക്കാനേ ഉള്ളൂ. പക്ഷേ യേശു നോക്കിയപ്പം കണ്ടു ഈ കെട്ടി അമ്മാച്ചനെ അനന്തരവനെ, ഇനി അതും പറഞ്ഞുകൊണ്ട് എൻ്റെ പുറകെ വരല്ലേ, ഞാനൊരു ഭാഷ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ലാസർ മരിച്ച ഉടനെ നോക്കിയിരിക്കുകയായിരുന്നു ചെറുക്കനെ പിടിച്ച് കെട്ടാൻ വേണ്ടി. പിടിച്ച് കെട്ടിയവരുടെ കൈ കണ്ടു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് കെട്ടഴിപ്പീൻ, അവൻ പോകട്ടെ. കാരണം ഇവൻ അല്ലല്ല, ഇങ്ങനെ ഒരു ആത്മീയമല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്. ജീവനുണ്ടെന്ന് പേരുണ്ട്, സഭയിൽ വരും, കുടുംബത്തിൽ വരും, ജോലിക്ക് പോകും, ഭർത്താവാണ്, ഭാര്യയാണ്. പക്ഷേ ഇവനും ഞാൻ പ്രതീക്ഷിക്കുന്നത് ചലിക്കുന്ന നാവാണ്. ഇവനിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് ചലിക്കുന്ന കരമാണ്. ഇവനിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് നടന്നു പോകുന്ന കാല. ഇവനിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന തിളക്കമുള്ള കണ്ണുകളാണ്. ഇവനിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് കേൾവിയുള്ള ചെവിയാണ്. അല്ലല്ല, പഞ്ഞിക്കെട്ട് പോലെ തുന്നിക്കെട്ടി ആത്മീയമല്ല. ഇന്ന് രാത്രി സ്വർഗം പറയുന്നു, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയണം. പരിധികളില്ലാത്ത പാട്ട് പാടുവാൻ ഇന്ന് രാത്രി ചിലരെ ദൈവത്തിന് ആവശ്യമുണ്ട്. പരിധികളില്ലാത്ത ശുശ്രൂഷയ്ക്കായി ഇന്ന് രാത്രി ദൈവത്തിന് ആവശ്യമുണ്ട്. ആവേശം ഒട്ടും ചോർന്നു പോകാത്ത ഒരു നിറവിനാ ദൈവത്തിന് ആഗ്രഹമുണ്ട്. 6 ദിവസം കഴിഞ്ഞ് ഞാൻ ബെത്ലഹേമിൽ പന്തിക്കിരിക്കുമ്പോൾ എന്നോടൊപ്പം മേശയിലിരിക്കുന്ന ലാസറിനെ എനിക്ക് വേണ്ടത്. സൗരഭ്യം തിളഞ്ഞു പൊങ്ങുന്ന ആ മുറിക്കകത്ത് ജീവനുള്ളവനായ യഹൂദന്മാർ ഭയപ്പെടുന്ന ലാസറിനെയാ ഇന്ന് രാത്രി ദൈവത്തിന് ആവശ്യം. അതെ, പരിശുദ്ധാത്മാവ് അങ്ങനെ ദൂത് പറയുന്നു. പട്ടണം വിറയ്ക്കുന്ന ഭയക്കുന്ന ഒരു ആത്മീയ ജീവിതം ഇന്ന് രാത്രി കാഴ്ചവെക്കണം. പട്ടണത്തെ കീഴ്മേൽ മറിക്കുന്ന ശുശ്രൂഷയാ ഇന്ന് രാത്രി ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ ഷാർജ പട്ടണത്തെ പിടിച്ചടക്കുവാൻ ഇനിയും എനിക്ക് ആരോഗ്യമുണ്ടെന്ന് എത്ര പേർ ആത്മാവിൽ ദൂത് പറയും? കർത്താവിൻ്റെ ദാസനോട് ചേർന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്ക്, ശുശ്രൂഷിച്ചു നോക്ക്. 2025 അവസാനിക്കുന്നതിന് മുമ്പ് ചില അതിരുകളും കൂടെ വിശാലമാക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ചിലതിനെ കൂടെ തടവിന്ന്, ചിലതിനെ കൂടെ കല്ലറയിൽ നിന്ന്, ചിലതിൻ്റെ കെട്ടഴിച്ച്, ചിലതിൻ്റെ കാലിൽ വീണ കെട്ട് ഒരു ചുവട് പോലും മുന്നോട്ട് നടത്തത്തില്ല എന്ന് പറഞ്ഞ് ചുറ്റുവരിഞ്ഞ് കെട്ടിയ കാലിൻ്റെ കെട്ട് ഇന്ന് രാത്രി ആത്മാവിൽ അഴിയട്ടെ. ചിലതിൻ്റെ കയ്യിൽ കെട്ടി എന്തു കൊടുത്താലും വാങ്ങിയാലും ഒരു ഫലവുമില്ലാതെ ഏത് ബിസിനസ് ചെയ്താലും അവസാനിക്കുന്ന വരണ്ട കൈകൾ, അതിന്മേൽ വീണ കെട്ടുകൾ ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ അഴിയട്ടെ. ഈ മുഖം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് നിന്നയുടെ മൂടുപടമിട്ട് അനേകരുടെ മുഖം കുനിയിച്ചു കളഞ്ഞ ആ തിന്മ, ആ ഹല്ലേലൂയ നിരാശ, ആ ഹല്ലേലൂയ നിന്ദകൾ ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. എൻ്റെ ജനം ആത്മാവിൽ ചലിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. ഇന്ന് രാത്രി ചിലർക്ക് അത് ആത്മാവിൽ ഏറ്റെടുത്ത് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്ന നിമിഷങ്ങളാണ്. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ഐ എം ഹോൾഡിങ് എ കപ്പ് ഇൻ മൈ ഹാൻഡ് ബട്ട് ഐ ഹാവ് ആൻ എക്സ്പെക്ടേഷൻ ഇറ്റ്സ് ഗോയിങ് ടു ഓവർഫ്ലോ. ഇത് നിറഞ്ഞു കവിയാൻ പോകുക. ഹല്ലേലൂയ. 1 ശമൂവേലിന്റെ പുസ്തകം 16-ാം അധ്യായം 1-ാം വാക്യം. ജസ്റ്റ് ഡിസ്പ്ലേ ഓൺ ദ സ്ക്രീൻ. അല്ലയ്യ, 1 ശമൂവേൽ 16-ന്റെ 1-ാം വാക്യം. മനസ്സ് മുറിഞ്ഞ ഒരു പ്രവാചകൻ, അഭിഷിക്തനാണ്, കരയുന്ന പ്രവാചകനാണ്. ഇപ്പം മനസ്സിനൊരു വലിയ വേദനയാണ്. അല്ലേ, ദൈവത്താൽ അഭിഷേകം ചെയ്ത്, ഞാൻ തന്നെ അഭിഷേകം ചെയ്ത് നിയോഗിച്ചാക്കിയ ശൗൽ ഇസ്രയേലിൻ്റെ രാജസ്ഥാനത്ത് നിന്ന് ദൈവം അവനെ നീക്കിയപ്പോൾ അന്ന് തുടങ്ങിയ കരച്ചില, ഏങ്ങലടിച്ച് കരയുക. ചിലപ്പോഴൊക്കെ നമ്മളും ഇങ്ങനെ തന്നെ, എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായ രാവും പകലും നിലവിളി തന്നെ. അയ്യോ, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ഞാനും കൂടെ ചേർന്ന് സപ്പോർട്ട് ചെയ്തതല്ലേ, ഞാനിവിടെ കൈത്താങ്ങൽ കൊടുത്തതല്ലേ, ഞാനും പ്രാർത്ഥിച്ചതല്ലേ, ഞാനും പണം കൊടുത്തതല്ലേ, പക്ഷേ എന്തുകൊണ്ട് ഇവൻ നഷ്ടപ്പെട്ടു? ഇനി ഇസ്രയേലിൻ്റെ ഭാവി എന്താ? ഇനി ഒരു ജീവനുണ്ടോ? ഒരു ജീവിതമുണ്ടോ? ഇനി രാജ്യം നിലനിൽക്കുമോ? എന്താ ദൈവം പറഞ്ഞത്? നീ എത്ര നാൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും? നീ എത്ര നാൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും? കരയണം കേട്ടോ, പ്രാർത്ഥിക്കണം കേട്ടോ, അതൊന്നും വേണ്ടാന്നല്ല പറഞ്ഞു. പക്ഷേ വിലപിച്ചും ദുഃഖിച്ചും കരയേണ്ട കാലഘട്ടമല്ല. അടുത്ത പദമാ, യു നീഡ് ടു റീഫിൽ യുവർ ഹോൺ അഗെയിൻ. നിന്റെ കൊമ്പിൽ വീണ്ടും തൈലം നിറയ്ക്കണം. ഈ പ്രശ്നത്തിന് പരിഹാരത്തിന് വേറെ ഒരു മറുമരുന്നില്ലെന്നും. നിന്റെ പാനപാത്രം നിറയാതെ ഈ പ്രശ്നത്തിനൊരു പരിഹാരമില്ല. വീണ്ടും ആദരത്തിൽ സ്തോത്രം പറയാതെ, വീണ്ടും അന്യഭാഷ നിറയ്ക്കാതെ, വീണ്ടും കണ്ണിൽ ദർശനം നിറയ്ക്കാതെ, വീണ്ടും ആരാധന നിറയാതെ ഈ തൈലക്കൊമ്പ് ഉണങ്ങി വരണ്ടിരിക്കുന്ന, ഇനിയും പ്രയോജനമില്ല എന്ന് പറഞ്ഞ് മാറ്റിവെച്ച തൈലക്കൊമ്പ് ഇന്ന് രാത്രി വീണ്ടും നിറയ്ക്കുവാൻ ദൈവസഭ തയ്യാറായാൽ, വ്യക്തികൾ തയ്യാറായാൽ, കാട്ടിൽ മറഞ്ഞു കിടക്കുന്ന യൗവനക്കാർ ആലയത്തിൽ വന്ന് ഹല്ലേലൂയ തുള്ളിച്ചാടി നൃത്തം ചെയ്യുന്ന ദാവീദന്മാരെ പുറത്തു കൊണ്ടുവരുവാൻ ഇത് മതിയെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? ഇന്ന് രാത്രി ഫിൽ മൈ കപ്പ് ലോർഡ്, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയട്ടെ.
എല്ലാ കണ്ണുടയ്ക്കും പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാ കണ്ണുടയ്ക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എൻ്റെ പാനപാത്രം നിറഞ്ഞ കവിയാണ്. വീണ്ടും പട്ടണത്തിൽ തിളക്കമുള്ള യൗവനക്കാർ ആടിനെ മേയിച്ച് കാട്ടിൽ ആരും അറിയാതെ മറഞ്ഞിരിക്കുന്നവർ, അവർ പുറത്തു വന്ന് കിന്നരം വായിക്കണം. അവർ പുറത്തു വന്നിട്ട് ഹല്ലേലൂയ ദൈവസഭയെ നയിക്കണം. അവർ പുറത്തു വന്നിട്ട് ദൈവിക പ്രമാണത്തിന് വേണ്ടി നിൽക്കണം. അവർ രാജപദവികൾ അലങ്കരിക്കണം. അവർ സൈന്യാധിപന്മാരായി മാറണം. അതെ, ഇന്ന് രാത്രി അതിനെന്ത് ചെയ്യണം? മാതാവേ, നിന്റെ തൈലക്കൊമ്പ് നിറച്ചാട്ട്. റീബാൻ വീണ്ടും അതരത്തിനകത്തേക്ക് അന്യഭാഷയുടെ നിറവിനായി എത്ര പേര് പ്രാർത്ഥിക്കും? അല്ലല്ലോ, വീണ്ടും കണ്ണുകളിലേക്ക് പുതിയ ദർശനത്തിനായി എത്ര പേര് പ്രാർത്ഥിക്കും? എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. ശബല റിഖാര ബലം ഖരാതകന. എല്ലാവരും ഹല്ലേലൂയ, എല്ലാവരും ഹല്ലേലൂയ. തലലി ആ നെഞ്ചിലോട്ടൊന്ന് കൈവച്ചിട്ട് ഹല്ലേലൂയ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഞങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇനി ടു പ്ലേസ് യുവർ ഹാൻഡ് ഓൺ യുവർ ഹല്ലേലൂയ ചെസ്റ്റ് ആൻഡ് പ്രേ. നിങ്ങൾ പ്രാർത്ഥിച്ചോട്ടെ. കർത്താവേ, ഇന്ന് രാത്രി ഹല്ലേലൂയ പരിമിതി വക്കോളമൊക്കെ എത്തിയിട്ടുണ്ട്. ഇത്രയും മതിയെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഇരുന്നത്. പക്ഷെ ഇന്ന് രാത്രി ആത്മാവ് എന്നോട് സംവാദിക്കുന്നു. ഈ പാനപാത്രത്തിനൊരു നിറഞ്ഞ കവിയിലുണ്ടാകണം. ഈ പാനപാത്രം ഒഴുകണം. ഈ പാനപാത്രം ഹല്ലേലൂയ ദേശങ്ങളിലേക്ക് വ്യാപരിക്കണം. നോർത്ത് ഇന്ത്യയിലേക്ക് പോകണം. ഹല്ലേലൂയ ഈ ഷാർജ പട്ടണത്തെ, ഈ UAE പിടിച്ചടക്കണം. എൻ്റെ ശുശ്രൂഷയുടെ പരിധി ഇന്ന് രാത്രി പൊട്ടിമാറട്ടെ. അനേകം മുന്നോട്ടുള്ള യാത്രകളുണ്ട്. അതിൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയണം. ഉത്സവത്തിൻ്റെ ഒടുക്കത്തെ നാളിൽ യേശു പറഞ്ഞ അതേ ആത്മാവിൻ്റെ ദൂത് ഇന്ന് രാത്രി നിങ്ങൾക്ക് കൈമാറുന്നു. അല്ല, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്ന പോലെ വക്കോളം എത്തി നിൽക്കുകയല്ല. അല്ല, ജീവജലത്തിൻ്റെ നദി ഒഴുകുമെന്നേ. അത് ഇന്ന് രാത്രി പ്രവചനം ഒഴുകും, അന്യഭാഷ ഒഴുകും, ആത്മാവിൻ്റെ നിറക് ഒഴുകും, രോഗശാന്തി ശുശ്രൂഷ ഒഴുകും, വിശ്വാസത്തിൻ്റെ വരം ഒഴുകും, പുതുഭാഷകൾ ഇവിടെ മുഴങ്ങിക്കേൾക്കും. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്ന കർത്താവേ, ഇന്ന് രാത്രി വചനത്തിന് മുമ്പാകെ വിനയപ്പെട്ട് സമർപ്പിക്കുന്ന ഈ ജനത്തിനു വേണ്ടി അടിയൻ ആത്മാവിൽ യാചിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ ജനത്തിൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയട്ടെ. ആർക്കും കെടുത്തുവാൻ കഴിയാത്ത ഒരു ആത്മസന്തോഷം, ആർക്കും ഒതുക്കുവാൻ കഴിയാത്ത ഒരു ആത്മീക ഉത്തേജനം, ആർക്കും എടുക്കുവാൻ കഴിയാത്ത സന്തോഷത്തിന്റെ ഉറവകൾ ഈ കുടുംബങ്ങളിൽ നിന്ന്, സമാധാനത്തിന്റെ ഉറവുകൾ ഈ ഹൃദയങ്ങളിൽ നിന്ന് ഇന്ന് രാത്രി പൊട്ടിപ്പുറപ്പെടട്ടെ.